ഓക്കെ, അപ്പോൾ അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൽ എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷനും അതിൻ്റെ ഗ്രാഫും വളരെ പ്രധാനമാണ്, അത് വിട്ടുപോകരുത്. ഓക്കെ, ഇന്ന് നമ്മൾക്ക് അതിൻ്റെ ബാക്കി അതിൻ്റെ ഒരു സമ്മറി ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പ്രധാന ഹെഡിങ് ആയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റംസിന് എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ച്, ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ, അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചിൻ്റെ സവിശേഷതകളൊക്കെ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻസൊക്കെ പഠിച്ചു. അത് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. y x is equal to അല്ലെങ്കിൽ y is equal to അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് is equal to a sin omega t plus phi എന്നുള്ള ഫോമിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് വേരീസ് ഇൻ ദിസ് ഫോം, വി ക്യാൻ സേ ദാറ്റ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. Whether it may be ordinary displacement or it may be the angle as in the case of simple pendulum, or it may be electric field and magnetic field, എന്തുമാകാം. അത് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് വേരി ചെയ്യുന്നത് അതിൻ്റെ വേരിയേഷനെ നമുക്ക് a sin omega t plus phi എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റിയാൽ ദാറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നൗ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. അപ്പോൾ ഞാൻ ഇതുവരെ പഠിച്ച സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എല്ലാ ഇക്വേഷൻസും ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് കാര്യമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ് മീ സമ്മറൈസ് വാട്ട് യു ഹാവ് ലേൺഡ് ഇൻ ദി പ്രീവിയസ് സെഷൻസ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു സമ്മറി. സോ ഒന്ന് ഏറ്റവും നമ്മൾ തുടങ്ങിയത് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽ ടു സൈൻ ഒമേഗ ഫൈ. അതിൽ നമ്മൾ കണ്ടെത്തി, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ വെലോസിറ്റിക്കുള്ള രണ്ട് ഇക്വേഷൻ കിട്ടി. ആൻഡ് ദിസ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഈസ് വെരി മറക്കരുത്, ഇത് വളരെ ആവശ്യമുള്ളതാണ് പ്രോബ്ലം ചെയ്യാൻ. ഇക്വേഷൻ v ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിൽ രണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് പറയാം വെലോസിറ്റിയുടെ മാക്സിമം പറയുന്നത് ഇറ്റ് ഈസ് എക്സ് 0 ആകുമ്പോഴാണ്, ദാറ്റ് ഈസ് ഒമേഗ എ. ഇവിടെ അത് കാണാം, കോസ് ഒമേഗ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ മാക്സിമം വാല്യൂ ഒമേഗ എ ആയിരിക്കും. പിന്നെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സൈൻ വേണമെങ്കിൽ എഴുതാം. ഫോഴ്സിലോ നമ്മൾ പഠിച്ചു എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിലുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. പൊട്ടൻഷ്യൽ എനർജിക്കൽ ഇക്വേഷൻ പഠിച്ചു ഹാഫ് കെ എക്സ് സ്ക്വയർ. കൈനറ്റിക് എനർജിക്കൽ ഇക്വേഷൻ പഠിച്ചു ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധമൊക്കെ പഠിച്ചു, ടൈം പീരീഡ്, ഫ്രീക്വൻസി ആൻഡ് ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ഇറ്റ് ഈസ് ഈക്വൽ ടു 2π nu. ഓക്കെ, അപ്പോൾ ഒമേഗ 2π/t അല്ലെങ്കിൽ 2π nu. d square x by dt square plus omega square x is equal to 0. This is the differential equation for simple harmonic oscillation. ഇതും ഓർത്തിരിക്കേണ്ടതാണ്. d square x by dt square plus omega square x is equal to 0 is the differential equation. x ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ പറഞ്ഞതിൽ മൊത്തത്തിൽ. x ഡിസ്പ്ലേസ്മെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നു. a means amplitude, omega angular frequency, omega t plus phi is called instantaneous phase, phi is called the initial phase, capital T is the time period, nu is the frequency. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു ഇക്വേഷൻസിൻ്റെ ഒക്കെ ഒരു സമ്മറൈസ് ചെയ്താൽ ഇത്രയും ഇക്വേഷൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. കുറേ ആളുകൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഓർത്തിരിക്കണം. ഇനി ഇതുപയോഗിച്ച് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ചില സവിശേഷതകൾ, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്ന ചില പ്രത്യേകതകൾ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഒന്ന്, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മീൻ പൊസിഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലോ അല്ലെങ്കിൽ മീൻ പൊസിഷനിലാകുമ്പോൾ, ഒരു മിനിറ്റ്, ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, സൗണ്ടിലൊന്നും പ്രശ്നമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ മീൻ പൊസിഷനിലുള്ള സവിശേഷതകൾ, രണ്ട് പൊസിഷനാണ് ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ. ഒന്ന് മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ, മറ്റൊന്ന് രണ്ട് എക്സ്ട്രീം പൊസിഷൻ. ഒരു സിമ്പിൾ പെൻഡുലം സങ്കല്പിച്ചാൽ സിമ്പിൾ പെൻഡുലത്തിന് നമ്മൾ വലിച്ചു വിടുന്ന മാക്സിമം ആംഗിൾ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് മാക്സിമം ആകുന്ന ആ പോയിൻ്റാണ് ഇത് എക്സ്ട്രീം പൊസിഷൻ. സിമ്പിൾ പെൻഡുലം നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് നിൽക്കുന്ന ആ പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു സ്പ്രിങ്ങിനെ ഓസിലേറ്റ് ചെയ്യിക്കുമ്പോൾ സ്പ്രിങ്ങിന് എലോങ്ങേഷനും കംപ്രഷനും ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ മാസ് എവിടെയാണ്? ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം പൊസിഷൻ. അത് കഴിഞ്ഞ് സ്പ്രിങ് നമ്മൾ ഈ വലിച്ചു നീട്ടി റിലീസ് ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം എത്ര ലോങ് ആയിട്ട് ചെയ്യുന്നു, മാക്സിമം എത്ര കംപ്രസ് ചെയ്യുന്നു എന്നുള്ളത് ആ രണ്ട് എൻഡ് പോയിന്റ്സ് ആണ് എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ അത് രണ്ടും ആദ്യം മനസ്സിലാക്കുക. സോ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിലുള്ള പ്രത്യേകത ഒന്ന്, നെറ്റ് ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇഫ് ദി പാർട്ടിക്കിൾ ഈസ് റെസ്റ്റ് അറ്റ് ദർ ഇറ്റ് റിമെയിൻസ് റെസ്റ്റ് അറ്റ് ദെയർ. ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0. ഡിസ്പ്ലേസ്മെൻറ്റ്, പാർട്ടിക്കിളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് തന്നെ ഇക്വിലിബ്രിയം പൊസിഷനെ ആധാരമാക്കിയിട്ടാണ്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. പാർട്ടിക്കിൾ അവിടെ റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും. അതിനുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ്. ദെൻ അടുത്തത്, ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള വെലോസിറ്റി ആൻഡ് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ടോട്ടൽ എനർജി അവിടെ കൈനറ്റിക് എനർജി ആയിരിക്കും. മറന്നു പോകരുത്, ഇക്വിലിബ്രിയം പൊസിഷനിലെ സവിശേഷതകളാണ് പറയുന്നത്. വെലോസിറ്റി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി അതുകൊണ്ട് തന്നെ മാക്സിമം ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എനർജി സിമ്പിൾ ഹാർമോണിക് മോഷനിലെ പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്തപ്പോൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ വി ചൂസ് ദി പൊട്ടൻഷ്യൽ എനർജി ആസ് 0. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓർ ദാറ്റ് ഈസ് ദി മിനിമം പൊട്ടൻഷ്യൽ എനർജി. കറക്റ്റ് പറഞ്ഞാൽ ആ മിനിമം പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ 0 എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 0 ആണ് ഇക്വിലിബ്രിയം പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ക്ലിയർ? എന്ത് ടു എക്സ്ട്രീം പൊസിഷൻസിലെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ട്രൂ ഓർ ഫാൾസ് ആയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ വരാറുണ്ട്. എവിടെയാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഉടൻ പറയണം ഇക്വിലിബ്രിയം പൊസിഷനിൽ. എവിടെയാണ് മിനിമം വെലോസിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ വെലോസിറ്റി 0 എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയാൻ പറ്റണം എക്സ്ട്രീം പൊസിഷൻസിൽ. അത് അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം എവിടെ? എക്സ്ട്രീം പൊസിഷനിൽ. ഇപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതേപോലെ 2 എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ടാവും. ഒരു ഇക്വിലിബ്രിയം പൊസിഷനും 2 എക്സ്ട്രീം പൊസിഷനും ഉണ്ടാവും ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എക്സ്ട്രീം പൊസിഷൻസിലുള്ള പ്രത്യേകത ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം. ക്ലിയർ ആണല്ലോ? എക്സ്ട്രീം പൊസിഷനിലാണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈക്വൽ ടു ദി ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ബൈ ഡെഫിനിഷൻ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ. എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ക്ലിയർ? ദെൻ വെലോസിറ്റി 0 ആണ് എക്സ്ട്രീം പൊസിഷനിൽ. കൈനറ്റിക് എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇക്വിലിബ്രിയം പൊസിഷനിൽ ടോട്ടൽ എനർജി കൈനറ്റിക് ആണ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എക്സ്ട്രീം പൊസിഷനിൽ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ ആണ്, അവിടെ കൈനറ്റിക് എനർജി 0 ആണ്. ഓക്കെ. The net force is maximum and is towards the mean position. The particles turns back. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ പാർട്ടിക്കിളിൻ്റെ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ എക്സ്ട്രീം പൊസിഷനിൽ നെറ്റ് ഫോഴ്സ് മാക്സിമം ആണ്. ഓക്കെ, മാക്സിമം ആണ്. ആൻഡ് എക്സ്ട്രീം പൊസിഷനിൽ വെച്ചിട്ട് ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? എക്സ്ട്രീം പൊസിഷനിലാണ്. അപ്പോൾ എക്സ്ട്രീം പൊസിഷൻ്റെ സവിശേഷതകളും ഇക്വിലിബ്രിയം പൊസിഷൻ്റെ സവിശേഷതകളും ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്.
പരീക്ഷയ്ക്ക് ജനറലി ചോദിക്കാനുള്ളതാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. പല ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ഇത് ഈ ഒരു ഐഡിയ ആവശ്യമാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി വാട്ട് ആർ ദി സിസ്റ്റംസ് വിച്ച് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ? നമ്മൾ കാണുന്ന പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുന്ന സിസ്റ്റങ്ങളിൽ, സംവിധാനങ്ങളിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം ഏതൊക്കെയാണ് നമുക്കറിയുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ 2 എണ്ണമാണ്. ഒന്ന് വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ദി സ്പ്രിങ്, ലോഡഡ് സ്പ്രിങ്. സ്പ്രിങ് ആണ് ഒരു സിസ്റ്റം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലമാണ്. ഈ 2 സിസ്റ്റമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 2 എക്സാമ്പിൾസ് ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്പ്രിങ് ആണ്, മറ്റൊന്ന് നമുക്ക് 2 നോക്കാം. നിങ്ങളുടെ സ്പ്രിങ്ങിൽ കാര്യമായിട്ടൊന്നുമില്ല, അതിൻ്റെ അതൊക്കെ നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് പറയാൻ പറ്റും. സിമ്പിൾ പെൻഡുലത്തിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം ഓസിലേഷൻ. ഒരു സ്പ്രിങ്ങിൽ നമ്മളൊരു മാസ് പ്ലേസ് ചെയ്യുന്നു, ആ മാസിനെ നമ്മൾ പുൾ ചെയ്യുന്നു, എന്നിട്ട് റിലീസ് ചെയ്യുന്നു, വലിക്കുന്നു, വിടുന്നു. അപ്പോൾ ആ മാസ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇലോങ്ങേഷനും കംപ്രഷനും ഉണ്ടാവും സ്പ്രിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഈ മാസ് ഇങ്ങനെ എബൌട്ട് ദി മീൻ പൊസിഷൻ. ഇതാണ് സ്പ്രിങ്. ഈ ഇലോങ്ങേഷനും കംപ്രഷനും ഒന്നും ഇല്ലാതെ സ്പ്രിങ് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മാസിൻ്റെ സെൻറ്റർ ഇവിടെ വരും. x = 0 എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും നിൽക്കുക. അതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ ഇങ്ങോട്ട് ഈ +a വരെ സ്പ്രിങ്ങിനെ നമ്മൾ പുൾ ചെയ്ത് വലിച്ചു പിടിച്ചു, എന്നിട്ടാണ് റിലീസ് ചെയ്താൽ ഇവിടെ നിന്ന് മാസ് പ്രസ് ചെയ്ത് ഇതുവരെ പോകും, വീണ്ടും ഇതുവരെ വരും. ഇങ്ങനെയുള്ള ഓസിലേഷൻസ് ഉണ്ടാവും. ദിസ് ഈസ് ദി ഓസിലേഷൻ ഡ്യൂ ടു എ സ്പ്രിങ്. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് +a - a. ദാറ്റ് ഈസ് കാൾഡ് ദി ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. when a block of mass attached to a spring is slightly pulled and released. മനസ്സിലായല്ലോ, നമ്മൾ ചെറുതായിട്ട് വലിക്കുന്നു, എപ്പോഴും സ്ലൈറ്റ്ലി പുൾഡ്. സിമ്പിൾ പെൻഡുലമായാലും സ്പ്രിങ് ആയാലും ഒക്കെ തന്നെ ഈ പുള്ളിങ് വലിയ ശക്തിയിൽ വലിച്ചിട്ട് റിലീസ് ചെയ്താൽ ആ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആവണമെന്നില്ല. വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ സിസ്റ്റംസ് ഒക്കെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നോർമലി ഈ ഫോമിൽ F = -kx എന്നുള്ള ഫോമിൽ റിസ്റ്റോറിങ് ഫോഴ്സ് വരണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു സിസ്റ്റത്തിലായാലും ഹൂക്സ് ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഹൂക്സ് ലോൻ്റെ ഒരു ഫോം തന്നെയാണിത്, അല്ലേ? ഹൂക്സ് ലോ എന്താണ്? F = -kx തന്നെയാണ്. സ്ട്രെസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അതേ ഫോം തന്നെയാണ്. ഇവിടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷനാണ്, ഇലോങ്ങേഷൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ എന്തായാലും ഹൂക്സ് ലോൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് F = -kx എന്ന് പറയുന്നത്. ഈ ഫോമിലുള്ള ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ അത് ഹൂക്സ് ലോൻ്റെ മെക്കാനിക്കൽ സിസ്റ്റംസിൻ്റെ കേസിൽ, സ്പ്രിംഗ് പോലെയുള്ള സിസ്റ്റംസിൻ്റെ കേസിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് സ്പ്രിങ്ങിൻ്റെ കേസിലുള്ള ഹൂക്സ് ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇറ്റ് കംസ് ഫ്രം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദിസ് സ്പ്രിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ അളവിൽ നമ്മൾ ഫോഴ്സ് കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഹൂക്സ് ലോൻ്റെ ലിമിറ്റിൽ നിന്ന് പുറത്ത് പോകും. ഫോർ സ്മാൾ ഡീഫോമിംഗ് ഫോഴ്സ് ആണ് ഹൂക്സ് ലോ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വലിയ ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ എഫ് റിസ്റ്റോറിംഗ് ഫോഴ്സ് -kx എന്നുള്ള ഫോം ആകണം എന്നില്ല. ഒരു സിസ്റ്റത്തിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വളരെ ലാർജ് ആയാൽ നമ്മൾ വലിയ ഫോഴ്സ് കൊടുത്ത് വലിച്ചിട്ട് റിലീസ് ചെയ്താൽ പിന്നെ അവിടെയുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്ക് ഈ ഫോമിൽ തന്നെ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല എല്ലാ കേസിലും. അപ്പോൾ അതുകൊണ്ട് സ്പ്രിങ്ങിൻ്റെ കേസിൽ നമുക്ക് പറയാം when the amplitude of the oscillations are small എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ വലിച്ചിട്ട് റിലീസ് ചെയ്യുന്നു, ആ കേസിൽ നമുക്ക് F = -kx എന്നുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റും. എല്ലാ കേസിലും അത് ട്രൂ ആകണമെന്നില്ല. when x is small, ഈ x എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള കംപ്രഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷനോ ആണ്. അത് സ്മാൾ ആകുമ്പോൾ F = -kx എന്നുള്ള ഇക്വേഷൻ അനുസരിച്ചാണ് സ്പ്രിങ് ബിഹേവ് ചെയ്യുക. ആ പരിധിയിൽ നമുക്ക് പറയാം സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആണ്. കാരണം F = -kx എന്നുള്ള ഫോമിൽ വന്നാലേ സിമ്പിൾ ഹാർമോണിക് ആവുള്ളൂ. അപ്പോൾ സ്പ്രിങ്ങിലുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് F = -kx where x is the displacement from equilibrium position and k is the spring constant. അതവിടെ എഴുതിയിട്ടില്ല, വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ എഴുതണം. k എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്. Therefore, the small oscillations of the mass are simple harmonic motions. ഈ മാസിൻ്റെ സ്മാൾ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ഹാർമോണിക് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഓസിലേഷൻസിൻ്റെ ടൈം പീരീഡ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഏത് SHM എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് to derive an equation for the time period of that oscillation. What is the period of oscillation? that is the prime question. അതാണ് നമ്മൾ ആദ്യമായിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ടൈം പീരീഡ് എങ്ങനെയാണ്?
ഇത് വളരെ ഈസിയാണ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞിട്ട് കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എം ആണ്. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് വരുന്നതാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എം. അപ്പോൾ ഈ മാസ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ മാസിലുള്ള ആക്സിലറേഷൻ, മാസിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എം വിച്ച് ഈസ് മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്. ഇനി നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇന്ന സിസ്റ്റം എന്ന് പറയാതെ ഏത് സിസ്റ്റത്തിനും ബാധകമാകുന്ന സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്സിലറേഷണൽ ഇക്വേഷൻ വെച്ചിട്ടുണ്ട്, ഫോഴ്സ് ലോ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് മെത്തേഡ് മനസ്സിലാക്കുക. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എസ് എച്ച് എമ്മുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നാലാണ് നമ്മൾക്ക് അതിൽ നിന്ന് ശരിക്കും ഒമേഗയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. നമ്മളിവിടെ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആക്സിലറേഷനുള്ള ഇക്വേഷൻ ഉണ്ടാക്കും. ആക്സിലറേഷനുള്ള ഇക്വേഷൻ, ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷനുള്ള ഇക്വേഷൻ ഉണ്ടാക്കും. അതിനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസിൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷനുമായിട്ട് താരതമ്യം ചെയ്യും. ഒരേ ഫോമിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അറിയാം സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ്. അവിടെ ഒമേഗ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് നമുക്ക് പിന്നീട് മനസ്സിലായി ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ വെച്ച് സോൾവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഒമേഗ സ്റ്റാൻഡ്സ് ഫോർ ദി ആംഗുലാർ ഫ്രീക്വൻസി. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി ഇത്തരം ഓസിലേറ്ററി സിസ്റ്റംസ്, ഓസിലേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്രീക്വൻസി എന്നുള്ള പദം ആംഗുലാർ ഫ്രീക്വൻസിക്കും ഉപയോഗിക്കും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയും. ഇൻഫാക്ട് ഇറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. അത് അണ്ടർസ്റ്റുഡ് ആണ്. എപ്പോഴും ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞോളണമെന്നില്ല, ഫ്രീക്വൻസി എന്ന് പറയും. കാരണം ആംഗുലാർ ഫ്രീക്വൻസിയും രണ്ടിൽ ഒന്ന് പറഞ്ഞാൽ തന്നെ സംഭവം ക്ലിയർ ആണ്. ഒമേഗ ആണെങ്കിലും ഒരു പ്രശ്നമില്ല. 2π ഇൻറ്റു എഫ് ആണ് ഒമേഗ, അല്ലെങ്കിൽ ഒമേഗനെ 2π കൊണ്ട് ഹരിച്ചാൽ ഓർഡിനറി ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഇനി എവിടെയെങ്കിലും ടെക്സ്റ്റിൽ നിങ്ങൾ ഓസിലേഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയാൽ പേടിക്കൊന്നും വേണ്ട, ഉദ്ദേശിക്കുന്ന ആംഗുലാർ ഫ്രീക്വൻസി തന്നെയാണ്. അപ്പോൾ ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. ഒമേഗ എന്നുള്ള സിമ്പിൾ ഡിനോട്ട്സ് ഫോർ ആംഗുലാർ, സ്റ്റാൻഡ്സ് ഫോർ ആംഗുലാർ ഫ്രീക്വൻസി. ഓർഡിനറി ഫ്രീക്വൻസി ആണെങ്കിൽ എഫ് അല്ലെങ്കിൽ ന്യൂ എന്നാണ് കൊടുക്കുക. ടെക്സ്റ്റായിട്ട് പറയുമ്പോൾ പലപ്പോഴും ഫ്രീക്വൻസി എന്നേ പറയുകയുള്ളൂ. ആംഗുലാർ ഫ്രീക്വൻസിക്ക് പോലും അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. നിങ്ങളത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ acceleration of this mass. Ini what is the equation for acceleration of a simple harmonic oscillation? It is minus omega square into x. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ കെ ബൈ എം കോൺസ്റ്റൻ്റ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതാണ് ആ സ്ഥാനത്ത് വരുന്ന കോൺസ്റ്റൻ്റ്. ഒമേഗ ഇസ് ദി ആംഗുലാർ ഫ്രീക്വൻസി. സോ ദിസ് ഈസ് ദി ജനറൽ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. അപ്പോൾ ഇത് രണ്ടും ഒരേ ഫോമിലാണ്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു one constant into displacement and is directed opposite to the displacement. And the opposite എന്ന് പറയാൻ കാരണം due to this minus sign. So A is equal to minus omega square എന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ദി ആക്സിലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദാറ്റ് ഈസ് A is equal to minus omega square x എന്നുള്ള ഇക്വേഷനും ഈ പർട്ടിക്കുലർ കേസിൽ സ്പ്രിങ്ങിൻ്റെ അറ്റാച്ച് ചെയ്ത ഈ മാസിൻ്റെ ആക്സിലറേഷനുള്ള മൈനസ് കെ ബൈ എം എന്നുള്ള ഇൻറ്റു എക്സ് എന്നുള്ള ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വരുന്ന ഏതാണ്? കെ ബൈ എം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. So you can write omega square is equal to k by m. Omega എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. സോ omega is equal to root k by m. അപ്പോൾ ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ 2π ബൈ ഒമേഗയാണ്. റിലേഷനൊക്കെ നേരത്തെ പഠിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അന്നേ പറഞ്ഞതാണ്. ഇത് എപ്പോഴും ആവശ്യം വരുന്നതാണ്. സോ ടി is equal to 2π ബൈ ഒമേഗ. അപ്പോൾ 2π root m by k. So this is the equation for time period of the oscillation of a spring. ഒരു സ്പ്രിങ്ങിൽ m മാസുള്ള ഒരു വസ്തു അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചാൽ അത് സ്വയം, എന്നിട്ട് നമ്മളതിനെ റിലീസ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്തു. പിന്നെ നമ്മളതിനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ അത് ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π root m by k, where k is the spring constant. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻ. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. ജസ്റ്റ് ഈ ആക്സിലറേഷൻ എന്നാക്കി എഴുതുക, മൈനസ് കെ ബൈ എം എക്സ്. ക്ലിയർ ആണല്ലോ? ശരിക്കും നോക്കൂ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഫ്രീക്വൻസി ആണെങ്കിൽ 1/t ആണെങ്കിൽ ടി 2π ബൈ ഒമേഗയാണ്. ഫ്രീക്വൻസി 1/t ആണെന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ 2π. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π root k by m. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക. രണ്ടും കൂടി പഠിച്ചാൽ ഏതാണ് ഫ്രീക്വൻസി ഏതാണെന്ന് കൺഫ്യൂഷൻ ആയി പോകും. ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റും. പക്ഷേ എന്നാലും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാതെ അറിയണം. 2π root m by k, മറക്കരുത്. 2π into root m by k, where k is the spring constant.
സോ എഫ് ഇസ് ഈക്വൽ ടു 1/2π√k/m. ഫ്രീക്വൻസിയാണ് പഠിക്കുന്നതെങ്കിൽ ഇത് പഠിക്കുക, ടൈം പീരീഡാണ് പഠിക്കുന്നതെങ്കിൽ ഇത് പഠിക്കുക, മറക്കരുത്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഇവിടെ കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, എം മാസ് ഓഫ് ദി പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHR. അപ്പോൾ ഇതിൽ ഇനി ആർക്കും സംശയമൊന്നുമില്ല, ഇത് തറവാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാനുള്ള സിമ്പിൾ പെൻഡുലം എന്നുള്ള ആ സിസ്റ്റം, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, അത് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ എക്സാമിന് 100% ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇപ്പം തന്നെ അത് പഠിച്ചിട്ട് പോകണം. So simple pendulum ഫോക്കസ് ഏരിയയിൽ വരുന്ന ഡെറിവേഷൻ ആണ്. സോ സിമ്പിൾ പെൻഡുലം, അനദർ സിസ്റ്റം വിച്ച് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആൻഡ് വെരി ഫെമിലിയർ ടു അസ് ഈസ് ദി സിമ്പിൾ പെൻഡുലം. അപ്പോൾ സിമ്പിൾ പെൻഡുലമാണ് നമുക്ക് വളരെ പരിചിതമായ, നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട്. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രിങ്ങിൽ ഒരു മാസുള്ള ഒരു ചെറിയൊരു സാധനം സസ്പെൻഡ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഇങ്ങനെ വലിച്ചു വിട്ടാൽ അതിങ്ങനെ ആടും, ആ ഓസിലേഷൻസ്, അതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇവിടെ ഈ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്നാണ് പറയുക. ഈ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഒരു കാര്യമാണ്. ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത് ഈ പെൻഡുലത്തിൻ്റെ സ്ട്രിങ് എവിടെയാണോ കെട്ടിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്നാണ് ഇതിനെ പറയുക. ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഈ ബോബിൻ്റെ ഈ അടിയിൽ കെട്ടി തൂക്കിയിട്ട മാസിനെയാണ് നമ്മൾ ബോബ് എന്ന് പറയുക. ആ ബോബിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അത് ഇവിടെ സ്ഫിയർ ആയിട്ട് വരച്ചതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും പോയിന്റ് ഓഫ് സസ്പെൻഷൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള നീളമാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ള L. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഓഫ് ദി സ്ട്രിങ്ങിൻ്റെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഫ്രം ദി പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഓഫ് ദി സ്ട്രിങ് ടു ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോബ്, ദാറ്റ് ഈസ് കാൾഡ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. ക്ലിയർ? ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുന്നു. സിമ്പിൾ പെൻഡുലം ഓഫ് ദി ലെങ്ത് CL ഓൺ എ മാസ്ലെസ് സ്ട്രിങ്. എന്താ മാസ്ലെസ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ മാസ് ബോബിൻ്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലജിബിളാണ്. ബോബിൻ്റെ മാസിനോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രിങ്ങിൻ്റെ മാസ് വളരെ നെഗ്ലജിബിൾ ആകുമ്പോഴാണ് നമ്മൾ ഈ കേസിൽ മാസ്ലെസ് എന്ന അസംഷൻ ഉണ്ട്. അല്ലാതെ സ്ട്രിങ്ങിന് മാസ് ഇല്ലാതിരിക്കില്ല, എന്തായാലും ഒരു ചെറിയ മാസ് ഉണ്ടാവും. ബട്ട് അത് പരിഗണിക്കേണ്ടതില്ല, നെഗ്ലജിബിളാണ്. ഇനി ഇതിനെ നമ്മൾ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്, വളരെ ചെറിയൊരളവിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിലീസ് ചെയ്താൽ ദ ബോബ് ഓസിലേറ്റ്സ് എബൌട്ട് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ θ=0 എന്നാണ് എടുക്കുന്നത്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഈ സ്ട്രിങ് വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇപ്പോൾ 0 ആണ്. ഇനി ഞാനിതിനെങ്ങനെ പുള്ള് ചെയ്താൽ ആ ആംഗിൾ കൂടും. എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ ആ ആംഗിൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. ആ ആംഗിളിൻ്റെ വാല്യൂ ഇങ്ങനെ സിമ്പിൾ ഹാർമോണിക്കായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ഈ നമ്മൾ പറയും സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, തീറ്റയാണ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ സിമ്പിൾ ഹാർമോണിക് ഫാഷനിൽ വേരി ചെയ്യുന്നത് അതിനെ നമ്മൾക്ക് അത് ഇപ്പോഴും നമ്മൾ പറയുന്ന ഫിസിക്കലായിട്ട് നമ്മൾ സാധാരണ പറയുന്ന മീറ്ററിലുള്ള അല്ലെങ്കിൽ ലെങ്ത് വൈസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ആകണമെന്നില്ല. ഇവിടെ ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒറിജിനായിട്ട് എടുത്താൽ ദിസ് ഈസ് ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ മാറുകയാണ്, കണ്ടോ? അപ്പോൾ ആംഗിൾ തീറ്റ എന്ന് വന്നു. ഇനി ഇതിങ്ങനെ പോയി ഇങ്ങോട്ട് എത്തുമ്പോൾ ആംഗിൾ -θ ആവും. ഇതേ ആംഗിൾ ഇങ്ങോട്ട് എടുത്താൽ -θ എന്നെടുക്കും, ഇങ്ങോട്ട് എടുത്താൽ +θ എന്നെടുക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിളാണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് ഡയറക്ഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ ആംഗിൾ പോസിറ്റീവും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ ആംഗിൾ നെഗറ്റീവും എടുക്കണം. ദിസ് ഈസ് ദി കൺവെൻഷൻ ഫോർ ആംഗിൾ. ഏതുപോലെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഒരു ഡയറക്ഷനിൽ, റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് എന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എന്നും എടുക്കും. അതുപോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എപ്പോഴും പോസിറ്റീവും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നെഗറ്റീവും എടുക്കുന്നു. ദാറ്റ് ഈസ് ദി കൺവെൻഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഇനി ഇവിടുന്ന് റിലീസ് ചെയ്തു. അങ്ങനെ റിലീസ് ചെയ്തതിന് ശേഷം ഇത് ഓസിലേറ്റ് ചെയ്യുന്നതിന് ഒരു ഇടയിലെടുത്ത ഒരു സ്നാപ്ഷോട്ടാണിത്. ഓക്കെ, ഇതിങ്ങനെ കുറച്ച് പുറത്തോടെ കൊണ്ടുപോയിട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ട് അപ്പോൾ ഇതിങ്ങനെ ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു സ്നാപ്ഷോട്ടാണ്. ഇതിപ്പം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് ഇവിടെയാണ്. രണ്ട് സ്ഥലത്തും കൂടി ബോബ് ഉണ്ടാവില്ല. ചിത്രം കണ്ട് തെറ്റിദ്ധരിക്കരുത്. 2 നൂലും 2 ബോബും ഒക്കെ ഉള്ളൊരു സംവിധാനം അല്ല ഇത്. ഇതേ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലെടുത്തൊരു സ്റ്റേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് വേണ്ടത്? സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ ഓസിലേഷൻ്റെ ടൈം പീരീഡാണ് കാണേണ്ടത്. അപ്പോൾ ഇത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഇത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യണം. ദർ ഷുഡ് ബി എ റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ ദി ഫോം F = -kx, അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഓർഡിനറി ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, നമ്മളിവിടെ എടുത്തത് ഏത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് ഫോഴ്സ് പോലെ പറയാൻ പറ്റുന്ന ആളാണ് ടോർക്ക്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ദ ടോർക്ക്, ഈ ബോബിലുള്ള ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു ദിസ് ആംഗിൾ തീറ്റ ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ആംഗിൾ തീറ്റ. ഏതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഫോഴ്സ് ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഫോഴ്സ് എന്ന് പറഞ്ഞ പോലെ ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾ ഇതിനെ തീറ്റേനെയാണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് വേരിയബിളായിട്ട് എടുത്തിട്ടുള്ളത്, ഓസിലേറ്റിംഗ് വേരിയബിളായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ എക്സ് വൈ വാല്യൂസിനെയൊക്കെ എടുത്തിട്ട് ചെയ്യാം, ദർ ആർ മെത്തേഡ്സ്, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയാണ് എടുക്കുന്നത്. ദിസ് ആംഗിൾ, ഈ ആംഗിൾഡ് ഓസിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടത് ആദ്യം ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് കാണണം. ടോർക്ക് കാണണമെങ്കിൽ ആദ്യം ഫോഴ്സ് കാണണം, ആ ഫോഴ്സ് കൊണ്ടുള്ള ടോർക്ക് കാണണം. അതാണ് നമ്മളുടെ എയിം, അതിലേക്കാണ് നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് യു തിങ്ക് ഓഫ് വാട്ട് ആർ ദി ഫോഴ്സസ്. അപ്പോൾ ആദ്യം തന്നെ ഫോഴ്സ്, ഈ ബോബിൽ ഇങ്ങനെ ഒരു ആർബിട്രറി പൊസിഷനിലിരിക്കുന്ന ഈ ബോബിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ആ ഫോഴ്സുകളാണ് ഇനി അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതണം, ഈ ഡയഗ്രാം വരക്കണം. സമയം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എടുക്കാം. ചിത്രമൊക്കെ റഫായിട്ടൊക്കെ വരച്ചാൽ മതി. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇത് ഇതുപോലെ പകർത്തണം എന്ന് ഞാൻ പറയില്ല, ബട്ട് ഇത് ഈ ഒരു ആശയം അതിൽ ഉണ്ടായിരിക്കണം. കണ്ടന്റ് ഷുഡ് ബി ദർ. വേർഡ്സ് ഇതുപോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു ഫോഴ്സ് ആണല്ലോ ഇത്, എല്ലാവരും പെട്ടെന്ന് പറയുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദ വെയിറ്റ് ഓഫ് ദി ബോബ്. ബോബിന് മാസ് ഉണ്ട്, അതുകൊണ്ട് അതിന് വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് ഒരു ഫോഴ്സാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി ബോബ്. അതാണ് ഈ mg എന്ന് പറയുന്ന ഫോഴ്സ്. സോ mg ഇസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിച്ച് വിൽ ബി വെർട്ടിക്കലി ഡൗൺവേർഡ്. എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. ഇവിടെ അതുണ്ട്. പിന്നെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഒരു ഫോഴ്സും കൂടി വരും. കാരണം ഇതൊരു സ്ട്രിങ് വെച്ച് കെട്ടിയിട്ട്, അപ്പോൾ സ്ട്രിങ്ങിലുള്ള ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും. സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ഫോഴ്സ് ഈ ബോബിനെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. സോ ദർ വിൽ ബി ടെൻഷൻ ഓൺ ദി സ്ട്രിങ്. സോ ദീസ് ആർ ദി ടു ഫോഴ്സസ്. നമ്മൾ ഫ്രിക്ഷൻ ഒന്നും പരിഗണിക്കുന്നില്ല, എയറിൻ്റെ ഫ്രിക്ഷനൊക്കെ ഉണ്ടാവും, അതൊന്നും പരിഗണിക്കുന്നില്ല. നോർമൽ കൺസർവേറ്റീവ് ഫോഴ്സുകൾ മാത്രം നമ്മൾ പരിഗണിക്കുന്നു. So these two forces are weight of the bob and the tension on the string. Clear ആയല്ലോ? രണ്ട് ഫോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇതിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണം. റിസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ പ്രത്യേകത അത് ഇങ്ങോട്ടായിരിക്കണം. കാരണം ആംഗിൾ ഇങ്ങോട്ടാണ് കൂടുന്നത്. അപ്പോൾ ആംഗിളിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ്ങിലാണ് ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ലെങ്ത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യും ആണല്ലോ. സർക്കിളിൻ്റെ ഒരു ഭാഗമായിരിക്കും, അതൊരു ആർക്കിലായിരിക്കും ഇത് മൂവ് ചെയ്യുക. ഈ ഓസിലേറ്റ് ചെയ്യുന്ന ബോബിൻ്റെ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് എ സർക്കിൾ. ആർക്കും സംശയമില്ല അതിൽ. അപ്പോൾ ആ സർക്കിൾ അതിനെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഏത് പോയിന്റിലും ആ സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് അവിടെ വേണം. ടാൻജൻഷ്യൽ, സർക്കിളിന് ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. ഇങ്ങോട്ടായാൽ പിന്നെ അത് റിസ്റ്റോറിംഗ് അല്ല. ഇങ്ങോട്ട് ടാൻജൻഷ്യൽ, സർക്കുലർ പാത്തിന് ടാൻജൻഷ്യലായിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടെങ്കിലാണ് റിസ്റ്റോറിംഗ്. എല്ലാ പോയിന്റിലും അത് ടാൻജൻഷ്യലാണ്. അപ്പോഴേ അത് ആ സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാൻ കഴിയുള്ളൂ ബോബിനെ. അപ്പോൾ ബോബിനെ വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവണം. അതേതാണെന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കണ്ട രണ്ട് ഫോഴ്സ് ഇതാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും കമ്പോണൻസ് എടുത്തിട്ട് അനലൈസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അവിടെ ഏത് ഫോഴ്സാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ മോഷൻ നടത്താൻ ഏതൊക്കെ ഫോഴ്സ് വേണം? ഒന്ന്, ഈ ബോബിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ. ഇവിടെ ഇതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. നമ്മൾ പറഞ്ഞു എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം 0 ആയിരിക്കും, ഇക്വിലിബ്രിയം പൊസിഷനിലത്തെ വെലോസിറ്റി മാക്സിമം ആവണം. അപ്പോൾ അങ്ങനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല മൂവ് ചെയ്യുന്നത്, യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഭാഗമല്ല. പക്ഷേ സർക്കുലർ മോഷനാണ് ഈ ബോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാകും. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് മാത്രം മതി. ഇവിടെ ടാൻജൻഷ്യൽ ഫോഴ്സും കൂടി വേണം. എന്തിനാണ്? വെലോസിറ്റി കുറച്ച് ഇതിനെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ വെലോസിറ്റി കുറയണം.
ആ വെലോസിറ്റി കൂട്ടണം. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം, ഇവിടെ വെലോസിറ്റി 0 ആണ്, വെലോസിറ്റി കൂടി വരണം. അപ്പോൾ ആ ഡയറക്ഷനിൽ ഇതിനെ വലിക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവണം. അതാണ് റിസ്റ്റോറിങ് ഫോഴ്സ്. അത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിനെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടെൻഷൻ ഫോഴ്സ്, രണ്ട് ഫോഴ്സിനെ അല്ല, ഈ ടെൻഷനെ റിസോൾവ് ചെയ്യുക. വെയിറ്റ് mg എന്ന് പറയുന്ന വെയിറ്റിനെ റിസോൾവ് ചെയ്യുക. mg എന്ന് പറയുന്ന ഈ വെയിറ്റിനെ റിസോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പോണൻ്റ് ആക്കാം. ഒന്ന് ഈ ടെൻഷൻ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒരു കമ്പോണൻ്റ് നമ്മൾ എടുക്കുക. ഒന്ന് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണം? ടാൻജൻസ്. എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്യാത്തത്? അങ്ങനെ സംശയം ഉണ്ടാവില്ല ആർക്കെങ്കിലും. എന്താ ടെൻഷനെ റിസോൾവ് ചെയ്ത്? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ സർക്കുലാർ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റിനെ, ഒരു ഫോഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ഫോഴ്സാണ്. ഒന്ന് ടെൻഷൻ എന്ന് പറയുന്നത് ഈ റേഡിയസിൻ്റെ അതേ ഡയറക്ഷനിലാണ്. ഈ ബോബ് മൂവ് ചെയ്യുന്ന സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് ആണ് ശരിക്കും ഈ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിലാണ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഒരിക്കലും ഈ ടെൻഷൻ ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സർക്കുലാർ പാത്തിന് ടാൻജൻഷ്യലായിട്ട് ഒരു കമ്പോണൻറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് അത്തരം ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതില്ല. അത് വെറുതെയാണ്, അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ mg എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യും. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ഡയറക്ഷനിലുള്ള രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. നമുക്ക് ആവശ്യം എന്താണ്? ഒരു ടാൻജൻഷ്യലി സർക്കുലാർ പാത്തിന് ടാൻജൻഷ്യലായിട്ട് ഒരു ഫോഴ്സ് കമ്പോണൻറ്റ് കിട്ടണം. അപ്പോൾ mgയുടെ ഒരു കമ്പോണൻറ്റ് നമ്മൾ ആദ്യം തീരുമാനിച്ചു, ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ ടു ദി സർക്കുലാർ പാത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതർ കമ്പോണൻറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി സർക്കുലാർ പാത്ത്. ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും, വിച്ച് വിൽ ബി ഓപ്പോസിറ്റ് ടു ദി ടെൻഷൻ ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് കമ്പോണൻസ് ആയിട്ട് ഇതിനെ റിസോൾവ് ചെയ്യുന്നു. ഇത് തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് mg cos തീറ്റ എന്ന് വരും, ഇത് mg sin തീറ്റ എന്ന് വരും. കുറേ പഠിച്ചതാണ് നിങ്ങൾ വെക്ടറിനെ റിസോൾവ് ചെയ്യുന്നത്. സോ mg എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ, വെയിറ്റിനെ റിസോൾവ് ചെയ്യുന്നു. mg sin തീറ്റ ആണ് mg cos തീറ്റ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ mg sin തീറ്റ ഈ സർക്കുലർ പാത്തിന് ടാൻജൻഷ്യലും mg cos തീറ്റ അതിന് പെർപെൻഡിക്കുലറുമാണ്. അപ്പോൾ mg sin തീറ്റ ആണ് ഈ കേസിലെ റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് ക്ലിയർ ആയി. mg sin തീറ്റയ്ക്ക് മാത്രമേ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഇതിനെ ടാൻജൻഷ്യലായിട്ട് കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. സോ ബോബിനെ എക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്, ദാറ്റ് ഈസ് ദി mg sin തീറ്റ. ഓക്കെ, ഈ ഫോഴ്സ് മാത്രം മതിയോ? ഇവിടെ നിങ്ങൾക്ക് mg cos തീറ്റ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആകുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ mg cos തീറ്റയും ടിയും ബാലൻസ്ഡ് ആവില്ല. there will be a net force in this direction. t കുറച്ച് കൂടുതലാവണം. t minus mg cos തീറ്റ എന്ന് പറയുന്ന ഒരു നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിൽ നിർബന്ധമാണ്. അതെന്തിനാണ്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സർക്കുലാർ പാത്തിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യണമെങ്കിൽ there should be a centripetal force and that centripetal force is provided by the net force t minus mg cos തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് അടുത്ത് മനസ്സിലാക്കേണ്ടത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കിതിലേക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ ടി മൈനസ് mg cos തീറ്റ എന്ന് പറയുന്ന ഒരു നെറ്റ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ആ ഫോഴ്സ് എന്തിനുള്ളതാണ്? ദാറ്റ് വിൽ പ്രൊവൈഡ് ദി നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് ദി കമ്പോണന്റ് mg sin തീറ്റ വിൽ ആക്ട് ആസ് ദി റിസ്റ്റോറിംഗ് ഫോഴ്സ്. ക്ലിയർ? ടി എന്ന് പറയുന്ന ഫോഴ്സിനെയും mg എന്ന് പറയുന്ന ഫോഴ്സുമാണ് ആകെയുള്ളത്. അതിൽ mgനെ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആക്കി റിസോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഈ പാവപ്പിൻ്റെ മോഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് അവിടെ ആവശ്യമാണ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുന്നത് ടി മൈനസ് mg cos തീറ്റ എന്നുള്ള ഈ റേഡിയൽ ഡയറക്ഷനിലുള്ള ടുവാർഡ്സ് ദി സെൻറ്റർ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ആൻഡ് ദി റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി കമ്പോണന്റ് mg sin തീറ്റ. അല്ല, നമ്മൾക്ക് ഏത് മതി? സർക്കുലാർ മോഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. നമുക്ക് ആവശ്യം റെസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അതിലാണ് സിമ്പിൾ ഹാർമോണിക് നേച്ചർ ഒളിഞ്ഞു കിടക്കുന്നത്. ദ റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ വി വിൽ ഗെറ്റ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ഓഫ് ദിസ് ബോബ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസ്റ്റോറിംഗ് ഫോഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ ടി മൈനസ് mg cos തീറ്റ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അത് അവിടെ നിന്നോട്ടെ. അപ്പോൾ the net force along the string, that is the radial direction, t minus mg cos theta provides the centripetal force and torque due to this force about O is 0. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ പരിഗണിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം നമ്മൾക്ക് ആവശ്യം ഇതിനെ ഈ സർക്കുലാർ പാത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ടോർക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്നുള്ളതാണ്. ടോർക്ക് ഈ പോയിന്റ് ഓക്കെ അബൌട്ടായിട്ട് ഈ ബോബിൽ ടോർക്ക് ഉണ്ടാക്കാൻ ആർക്ക് കഴിയില്ല? ഈ ടിക്കും കഴിയില്ല, mg cos തീറ്റക്കും കഴിയില്ല. കാരണം അവിടെ ആ ഡയറക്ഷൻ ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആറ് ഈ ഡയറക്ഷനാണ്. എഫ് മാറും ഒരേ ഡയറക്ഷനിലാണ് mg cos തീറ്റൻ്റെ കേസിൽ. എഫ് മാറും ഓപ്പോസിറ്റ് 180 ഡിഗ്രിയാണ് ടെൻഷൻ്റെ കേസിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ
ഈ രണ്ട് ഫോഴ്സിനും ഈ ആറിൻ്റെ അതേ ഡയറക്ഷൻ, ഇവിടെ ആറ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ, സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ ഇവിടെയാണ് വരിക. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ഈ ലെങ്ത്താണ് റേഡിയസ്. ആ ഡയറക്ഷനിൽ ആറിൻ്റെ അതേ ഡയറക്ഷനിലാണ് എം ജി കോസ് തീറ്റയും ടി. അതുകൊണ്ട് തന്നെ ടി മൈനസ് എം ജി കോസ് തീറ്റ എന്ന് പറയുന്ന ഈ റേഡിയൽ ഡയറക്ഷനിലുള്ള ഫോഴ്സിന് ടോർക്ക് എക്സേർട്ട് ചെയ്യാൻ കഴിയില്ല. എവിടെ? ഈ ബോബിൽ ടോർക്ക് എക്സേർട്ട് ചെയ്യാൻ കഴിയില്ല. എന്തിനുള്ള ടോർക്ക്? ഈ ഒ എന്ന് പറയുന്ന പോയിന്റിനെ പോയിട്ടായിട്ട് ഈ ബോബിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായ ടോർക്ക് ആർക്ക് കൊടുക്കാൻ കഴിയില്ല? ടി മൈനസ് എം ജി കോസ് തീറ്റയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ബിക്കോസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സ് ടി മൈനസ് എം ജി കോസ് തീറ്റ ആൻഡ് ദി പൊസിഷൻ വെക്ടർ ആർ ഈസ് 0 or 180. രണ്ടായാലും സൈൻ 180 ആയാലും സൈൻ 0 ആയാലും 0 ആയി പോകും. അപ്പോൾ ടോർക്ക് 0 ആയി പോകും. ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ടോർക്ക് നമ്മൾ പേടിക്കേണ്ടതില്ല. ഇറ്റ് ഡു നോട്ട് എക്സെർട്ട് ടോർക്ക്. പിന്നെ ദ കമ്പോണന്റ് എം ജി സൈൻ തീറ്റ ആക്ട്സ് ആസ് ദി റെസ്റ്റോറിംഗ് ഫോഴ്സ് വിച്ച് ട്രൈസ് ടു ബ്രിങ് ദി ബോബ് ബാക്ക് ടു ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ടോർക്ക് ഡ്യൂ ടു ദിസ് ഫോഴ്സ് റൊട്ടേറ്റ്സ് ദി ബോബ്. അപ്പോൾ ഈ ടോർക്കാണ് ഇതിൻ്റെ വെലോസിറ്റി മാറ്റിക്കൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യൂണിഫോം വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് മാത്രം മതി. പക്ഷേ ഇവിടെ യൂണിഫോം വെലോസിറ്റിയിലല്ല, വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന റൊട്ടേഷനാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്നുള്ളത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോമായിട്ട് പറഞ്ഞാൽ ഈ ഡയഗ്രാം വരക്കുന്നു, ഈ രണ്ട് ഫോഴ്സുകൾ ആദ്യം വരക്കുന്നു, ഈ എം ജിനെ റിസോൾവ് ചെയ്യണം, രണ്ട് കമ്പോണൻ്റ് ആക്കണം, ഒന്ന് റേഡിയൽ ഡയറക്ഷനിലും ഒന്ന് ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആക്കണം, ഒന്ന് എം ജി സൈൻ തീറ്റ ഒന്ന് എം ജി കോസ് തീറ്റ എന്ന് വരക്കണം. ഓക്കെ, ദിസ് ഫിഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് അതിന് റിസ്റ്റോറിംഗ് ഫോഴ്സ് എം ജി സൈൻ തീറ്റയാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ദി ടോട്ടൽ ടോർക്ക് ഓൺ ദി ബോബ്, ഇനി ബോബിൽ ഉള്ള ടോട്ടൽ ടോർക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടോർക്ക് കാണും, ഞാൻ ആദ്യം പറഞ്ഞു നമ്മളെ ലക്ഷ്യം അങ്ങനെയാണ്. ടോർക്ക് കണ്ടിട്ട് ടോർക്ക് എന്ന് പറയുന്നത് അതിൽ നിന്ന് ടോർക്ക് മൈനസ് കോൺസ്റ്റന്റ് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാം. അതിൽ നിന്ന് നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. അതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സ്റ്റാൻഡേർഡ് ആക്സിലറേഷൻ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് അതിന് ഒമേഗ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ അതിന് ആംഗുലാർ ആക്സിലറേഷനിലേക്ക് എത്താൻ ആദ്യം ടോർക്ക് വേണം. ടോർക്കിൽ നിന്നാണ് നമ്മൾ ആംഗുലാർ ആക്സിലറേഷനിലേക്ക് പോകുന്നത്. സോ ഫസ്റ്റ് യു ഫൈൻഡ് ദി ടോർക്ക് ഓൺ ദി ബോബ്. അപ്പോൾ ഇവിടെ ടോർക്ക് എക്സേർട്ട് ചെയ്യുന്നതാണ് എം ജി സൈൻ തീറ്റ. എം ജി സൈൻ തീറ്റ ഈ ഡയറക്ഷനിലാണ്. ആറ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ആറും എം ജി സൈൻ തീറ്റയും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ടോർക്ക് എന്ന് പറയുന്നത് എം ജി ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റ. ആറ് എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത് എൽ ആണ്. സോ എം ജി എൽ സൈൻ തീറ്റ. എന്തുകൊണ്ടാണ് മൈനസ് ഇട്ടത്? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്, പോസിറ്റീവാണ്. അത് പോസിറ്റീവ് ആകുമ്പോൾ ഈ എം ജി സൈൻ തീറ്റ എന്നുള്ള ടോർക്ക് നെഗറ്റീവ് ആകാനുള്ള കാരണം ടോർക്ക് നമ്മൾ എം ജി സൈൻ തീറ്റ ഈ ടോർക്ക് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ്റെ ടോർക്ക് പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടോർക്ക് നെഗറ്റീവായിട്ടുമാണ് കൺവെൻഷനലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതുപോലെ ആംഗിളിൻ്റെ കൺവെൻഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ബോബ് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേഷൻ, ഇങ്ങോട്ടുള്ള റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. ഓക്കെ, സോറി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. ദിസ് റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ്, ഈ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നെഗറ്റീവായിട്ടുമാണ് എടുക്കുന്നത്. സോ ഹിയർ ദി ബോബ് റൊട്ടേറ്റ്സ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ടോർക്ക് ഈസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ് ടോർക്ക് നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടോർക്ക് തീറ്റ പോസിറ്റീവ് ഡയറക്ഷനിലാണ്, റൊട്ടേഷൻ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ ടോർക്ക് ഈസ് നെഗറ്റീവ്. So tau is equal to minus L mg sin theta. mg sin theta force ആണ് into L is the perpendicular distance. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഈ പോയിന്റ് O perpendicular distance എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സോ tau is equal to minus L mg sin theta അല്ലെങ്കിൽ minus mgl sin theta എന്ന് എഴുതാം. So this is the basic equation for torque. ഇത് ഐഡൻറ്റിഫൈ ചെയ്താൽ then there everything is simple mathematics and equation. ഈ ഇതിലേക്ക് എത്തുക എന്നുള്ളതിലാണ് ഇതിൻ്റെ ഫിസിക്സ് മുഴുവൻ കിടക്കുന്നത്. ഓക്കെ, സോ tau is equal to minus mgl sin theta. ഇനി നമ്മൾക്ക് സൈൻ തീറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫോർ സ്മാൾ എടുക്കണം, എന്നിട്ട് ആംഗിൾ വളരെ സ്മാൾ വാല്യൂ ആണെങ്കിൽ അബൌട്ട് π/3 വരെയൊക്കെ വലിയ കുഴപ്പമില്ല. π/6 വരെയുള്ള ആംഗിൾസിനൊക്കെ നമുക്ക് തീറ്റ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഇഫ് the amplitude of the oscillation is small, എന്ന് പറഞ്ഞാൽ തീറ്റ സ്മോൾ ആണെങ്കിൽ you can write sin theta minus mgl sin theta is approximately equal to minus mgl theta എന്നെടുക്കാം. സൈൻ തീറ്റ എന്ന് കൊടുക്കും minus mgl theta. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ
ടോർക്ക് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ്, എം ജി എൽ ഒരു കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേ. ഇത് ഏതിന് തുല്യമാണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സിന്റെ അതേ ഇക്വേഷൻ ആണ്, അതിന്റെ റൊട്ടേഷണൽ ഇക്വലന്റ് ആണിത്. ടോ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ. ദ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ പറഞ്ഞത് തീറ്റ പോസിറ്റീവ് ആണ്, ടോർക്ക് നെഗറ്റീവ് ആണ്, ഓപ്പോസിറ്റ് ആണ്, മൈനസ് തീറ്റയുടെ ഡയറക്ഷനിലാണ്. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡിയാണ് നമ്മൾ. ബോബ് മാത്രം സിംഗിൾ പാർട്ടിക്കിളേ ഉള്ളൂ, ആ ബോബ് റിജിഡും ആണ്. അപ്പോൾ നമ്മൾ പോയിന്റ് ഓഫ് ഈ ഓന്ന് ഈ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല, അത് എപ്പോഴും എൽ തന്നെയാണ്. ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഓസിലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, സർക്കുലർ പാത്തിൽ ഇങ്ങനെ ഓസിലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ബോബ് ഓസിലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടോർക്ക് ഇസ് ഈക്വൽ ടു ആ ഡിസ്റ്റൻസ്, പോയിന്റ് സസ്പെൻഷൻ, അതായത് സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആൽഫ ഈസ് ആംഗുലാർ ആക്സിലറേഷൻ. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ? ബോബിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഐ. ഫോർ റൊട്ടേഷൻ അബൌട്ട് ദി ആക്സിസ് ഓഫ് സസ്പെൻഷൻ. സ്ട്രിങ് കെട്ടി തൂക്കിയിട്ട് ആ പോയിന്റിന് അബൌട്ട് ആയിട്ടാണല്ലോ ഈ ബോബ് ഇങ്ങനെ റൊട്ടേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന. റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കുന്നില്ല, ഓസിലേറ്ററി മോഷൻ ആണ്, എന്നാലും സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ റൊട്ടേഷൻ്റെ പാർട്ടാണ്. അപ്പോൾ അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണേണ്ടത് എബൌട്ട് ദിസ് പോയിന്റ്. ഈ പോയിന്റിന് എബൌട്ട് ആയിട്ട് ഈ ബോബിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പോൾ ഈ മാസിൻ്റെ സ്ട്രിങ്ങിൻ്റെ മാസ് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ആകെ ഒരു സിംഗിൾ പാർട്ടിക്കിളേ ഉള്ളൂ, അത് ഈ ബോബാണ്. സോ മാസ് ഓഫ് ദി ബോബ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ആയിരിക്കും ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ, വർ ഐ ഇസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആൽഫ ഇസ് ദി ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്കുണ്ട്. ടോ ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ തീറ്റ, ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ അതിൽ നിന്ന് എന്ത് കിട്ടും? ഇക്വേറ്റ് ചെയ്താൽ ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ, അല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ. ഓക്കെ, ആൽഫക്കുള്ള ഇക്വേഷൻ കിട്ടി. ആൽഫ ഇസ് ദി ആംഗുലാർ ആക്സിലറേഷൻ. ഇതിനെ നമുക്ക് ഏതുമായിട്ട്? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ. ഞാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം ഫൈനലി നമ്മൾ ചെയ്യേണ്ടത് എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എഴുതണം. ഈ സിസ്റ്റത്തിൻ്റെ ആംഗുലാർ ആക്സിലറേഷനുള്ള ഇക്വേഷൻ എഴുതണം. അത് ഒമേഗയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയി ഞാൻ പറഞ്ഞു എം എൽ സ്ക്വയർ ആണ് എന്ന്. അപ്പോൾ ആൽഫ കാണുക, ഈക്വേഷനൊക്കെ എഴുതി. അതിൻ്റെ ഇക്വേഷൻ എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ. അപ്പോൾ എം ജി എൽ ബൈ ഐക്ക് പകരം ഞാൻ എം എൽ സ്ക്വയർ എന്ന് കൊടുത്തു, ഇൻറ്റു തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ എമ്മും ക്യാൻസൽ ചെയ്യും, എൽ സ്ക്വയർ ബാക്കി ജി ബൈ എൽ ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. So angular acceleration of the pendulum for small oscillations, that means theta is very small, ആ കണ്ടീഷനിൽ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ എന്ന് വന്നു. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ദി ആക്സിലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ, എസ് എച്ച് എമ്മിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ എടുക്കുക. എ ഇസ് ഈക്വൽ ടു മൈനസ് സ്ക്വയർ എക്സ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് സാധാരണ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ആംഗുലാർ ആക്സിലറേഷൻ കൊടുക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റൊട്ടേഷണൽ മോഷൻ്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് ഇതിനെ എഴുതാം. ഇഫ് യു ചൂസ് എക്സ്, ഇഫ് യു റീപ്ലേസ് എക്സ് ബൈ തീറ്റ, യു ഷുഡ് റീപ്ലേസ് എ ബൈ ആംഗുലാർ ആക്സിലറേഷൻ. ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് ഇവിടെയും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, മൈനസ് ജി ബൈ എൽ എന്നുള്ളത്. അപ്പോൾ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. പിന്നീട് അത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ആംഗുലാർ ഫ്രീക്വൻസി ഒക്കെയാണ് എന്നുള്ളത്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ആ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. എന്തായാലും ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ദി ആംഗുലാർ ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ റൊട്ടേഷണൽ ഓസിലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർക്കുലർ പാത്തിലുള്ള ഓസിലേഷൻസ് ആണ് മീൻ പൊസിഷൻ അബൌട്ടായിട്ട്. സർക്കുലർ പാത്തിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് ആൽഫ എന്നും ഇവിടെ നമ്മൾക്ക് തീറ്റ എന്നും കൊടുക്കാം. സോ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് ഇതിന് എഴുതാം. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുക. കമ്പയറിംഗ് വിത്ത് ആൽഫ ഈക്വൽ ടു തീറ്റ, ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു തീറ്റ എന്ന ഇക്വേഷനും എന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷനും ആൽഫ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ എന്ന തീറ്റ എന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ മാത്രം ബാധകമാകുന്ന ഇക്വേഷനും കമ്പയർ ചെയ്താൽ യു വിൽ ഗെറ്റ് ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ജി ബൈ എൽ ആണെന്ന് ഇസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ. സോ യു ഗോട്ട് ദി വാല്യൂ ഓഫ് ദി ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേഷൻ, അല്ലെങ്കിൽ ടൈം പീരീഡ്. ഒമേഗ കിട്ടിയതിന് എഫ് കാണാം, ടൈം പീരീഡ് ഒക്കെ കാണാം.
So time period t is equal to 2 pi by omega is equal to 2 pi root L. Time period t is equal to 2 pi by omega 2 pi root L by g. t എന്ന് പറയുന്നത് 2 pi by omega. omega എന്ന് പറഞ്ഞാൽ g root g by L. അപ്പോൾ t എന്ന് പറഞ്ഞാൽ 2 pi divided by root g by L എന്ന് വരും, which is equal to 2 pi into root L by g എന്ന് എഴുതാം. So 2 pi root L by g ആണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡിനുള്ള ഇക്വേഷൻ. സോ ഇത് നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കണം, മറക്കരുത്. ഒരുപാട് ആവശ്യമുള്ളതാണ്. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ചെന്നാൽ പോലും ലാബൊക്കെ ചെയ്യുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായതാണ്, ദിസ് ഈസ് വാലിഡ് ഓൺലി ഫോർ സ്മാൾ ഓസിലേഷൻസ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ്റെ തീറ്റ വളരെ സ്മാൾ ആയിരിക്കണം. എന്താണ് കാരണം? ഈ അപ്രോക്സിമേഷനാണ്. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറയാവുന്ന ആംഗിൾസേ പറ്റുള്ളൂ. അറൗണ്ട് π/6 ഉള്ള ആംഗിൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ π/6 എന്ന് പറഞ്ഞാൽ ഡിഗ്രിയിൽ പറഞ്ഞാൽ 30 ഡിഗ്രി, 0 മുതൽ 30 ഡിഗ്രി വരെയുള്ള ആംഗിളിനൊക്കെ സൈൻ തീറ്റ റേഡിയനിൽ എടുത്ത് എഴുതുമ്പോൾ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. ഓക്കെ, ഇനി ഫ്രീക്വൻസിയാണ് കാണേണ്ടതെങ്കിൽ ചോദിച്ചതെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/2 pi root g by L എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻസിനുള്ള ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ച് ക്ലിയർ ആക്കണം. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ എഴുതേണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ ഡയഗ്രാം വരച്ച് വെക്കുക. ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത്. കംപ്ലീറ്റ് ബൈ ഹാർട്ട് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് ഡയഗ്രാം ഇതേപോലെ വരയ്ക്കുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മാർക്ക് അതിന് കിട്ടിയിട്ടുണ്ടാവും. ഈ ഡയഗ്രാം ഇതേപോലെ ഫോഴ്സുകൾ മാർക്ക് ചെയ്യുക, തെറ്റാതെ വരയ്ക്കുക. എന്നിട്ട് ഈ വിശദീകരണങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും റിസോൾവിങ്, ഇതൊന്നും വേണ്ട, റിസോൾവിങ് എന്ന് അടിയിൽ എഴുതി വെച്ചാലും മതി. ഇനി ബൈ ന്യൂട്ടൺ സെക്കൻഡിലോ ഒന്ന് എഴുതിയിട്ട് ഈ വിശദീകരണങ്ങളൊന്നും വേണ്ട, ടോ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. ഈ ഡയഗ്രാം വേണം. ദിസ് പോയിന്റ് ടോ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു എം ജി സൈൻ തീറ്റ എന്ന് എഴുതുക. ടോ ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ. ഒന്നുകൂടി മനസ്സിലാക്കുക. ഫുള്ളി കാണാതെ പഠിക്കുന്ന ആളുകൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട് എന്നൊക്കെ എഴുതി വെക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും യു ഡ്രോ ദി ഡയഗ്രാം, ഫോഴ്സുകൾ മാർക്ക് ചെയ്യുക, എം ജിനെ റിസോൾവ് ചെയ്യുക, ഇത്രയും കംപ്ലീറ്റ് ഡയഗ്രാം വരച്ച് വെക്കുക. എന്നിട്ട് നേരെ ടോ ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവായിട്ടോ. ഇത് വരക്കുന്നു. ടോ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് എഴുതുന്നു. പിന്നെ ഫോർ സ്മാൾ ആംഗിൾസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതണം. ഇത് നിർബന്ധമാണ്. ഈ അപ്രോക്സ് ടോ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ തീറ്റ എന്ന് എഴുതാം. ഇവിടെ നിന്ന് നേരെ ഇത് എഴുതിയിട്ട് ഈ സ്റ്റെപ്പിലേക്ക്. ഇനി ടോ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ എന്ന് എഴുതും. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു തീറ്റ. അപ്പോൾ ഈ പേജിലാകെ വേണ്ടത് ഒന്നത് ഫോർ സ്മാൾ ആംഗിൾ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ. ഫോർ സ്മാൾ ആംഗിൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതണം. അപ്പോൾ എന്നിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പിൽ എൽ തീറ്റ എന്ന് എഴുതാം. ഇനി അടുത്തത് മൂന്നാമത് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ദർ ഫോർ ആൽഫ ഇസ് ബൈ ഐ ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത്? ഒന്നത്, പിന്നെ ദിസ് വൺ, ദെൻ ദിസ് വൺ, പിന്നെ ഈ ഫൈനൽ ഇക്വേഷൻ എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ഈക്വൽ ടു എം എൽ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൽഫ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ. അപ്പോൾ ഇവിടെ ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം. പിന്നെ ഇത് എഴുതുക നേരെ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതുക. എന്നിട്ട് ബാക്കിയൊന്നും വേണ്ട, ഇതൊന്നും വേണമെന്നില്ല. കമ്പയറിങ് എഴുതിയിട്ട് ആൽഫ, കമ്പയറിങ് എഴുതിയിട്ട് എഴുതുക ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ. ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് എഴുതാം. എന്നിട്ട് എഴുതാം ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ. ഇനി ഇക്വേഷൻ ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ ഈ സെൻറ്റൻസ് എഴുതാം കമ്പയറിങ് വിത്ത് ജനറൽ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഇൻ എസ് എച്ച് എം. എന്നിട്ട് താഴെ എഴുതാം ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ, ഒമേഗ ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ. ഓക്കെ, ഇത്രയും എഴുതിയാൽ ഒമേഗ ഈക്വൽ റൂട്ട് ജി ബൈ എൽ, ടി ഈക്വൽ 2 പൈ റൂട്ട് എൽ ബൈ ജി. ഇതുവരെ ഇത്ര സ്റ്റെപ്പുകൾ മാത്രം എഴുതിയ കുട്ടിക്കും 3 മാർക്ക് കിട്ടും കേട്ടോ, ഫുൾ മാർക്ക് കിട്ടും ഡെറിവേഷൻ. അങ്ങനെയാണ് നമ്മുടെ വാല്യുവേഷൻ വരിക. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. അത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഈ സ്റ്റെപ്പിലൂടെയൊക്കെ കടന്ന് അങ്ങനെ ചെയ്യുക.
അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഈ പേജിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ സൈഡ് ആയതുകൊണ്ട് കാര്യമായിട്ട് അത്രയൊന്നും ഒഴിവാക്കാനില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കത്തെ സ്ലൈഡിലുള്ള ആ ഡയഗ്രം ടോ ഈസ് ഈക്വൽ ടു -mgl sin θ എന്ന് മാത്രം എഴുതിയാലും അതിന് മൊത്തം റീപ്ലേസ്മെൻ്റ് ആയി. ഓക്കെ, ദെൻ സെക്കൻഡ്സ് പെൻഡുലം. സെക്കൻഡ്സ് പെൻഡുലം ഈസ് എ സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് ഇൻ ഈച്ച് സെക്കൻഡ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക, അതിങ്ങനെ ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ ഒരു കല്ലിങ്ങനെ ആടുകയാണ്. അപ്പോൾ ആടുമ്പോൾ രണ്ട് എൻഡിലും പോയി ഓരോ പ്ലേറ്റിൽ ഇങ്ങനെ അത് അടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ടിക് ടിക് ഇങ്ങനെ അടിക്കും, അപ്പുറം എത്തുമ്പോൾ സെക്കൻഡ് ആറ്. അപ്പോൾ ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ അടിക്കും. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? അപ്പോൾ ടൈം പീരീഡ് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ ടിക്ക് അടിച്ച് പിന്നെ അപ്പുറത്ത് പോയി ടിക്ക് അടിച്ച് ഇപ്പുറത്ത് എത്തണം. അപ്പോഴാണ് ടൈം പീരീഡ് ആകുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് ടൈം പീരീഡിൻ്റെ ഇടയിൽ ഇത്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ്റെ ഇടയിൽ ഇത് രണ്ട് ഓരോ ടിക്കും തമ്മിലുള്ള ഗ്യാപ്പ് 1 സെക്കൻഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 2 സെക്കൻഡ് ആയിരിക്കണം. സോ അത് ഓർത്തിരിക്കുക. സെക്കൻഡ്സ് പെൻഡുലം എന്ന് കേട്ടാൽ നിങ്ങളതിൻ്റെ ടൈം പീരീഡ് നിൽക്കരുത്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആണ് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ. പഴയ പെൻഡുലം ക്ലോക്കിലുണ്ടാവും ഒരു പെൻഡുലം ഇങ്ങനെ ആടി അപ്പുറത്ത് ടിക് 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 ഇങ്ങനെ അടിച്ചു പോകും. അത് ഓർത്താൽ മതി. അപ്പോൾ അവിടെ ഓരോ വരണമെങ്കിൽ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കണം? 2 സെക്കൻഡ് ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്കൻഡ്സ് പെൻഡുലം. ഇനി പറയാനുള്ളത് ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ ഇക്വേഷൻ സഹിതം കുറേ കാര്യങ്ങൾ അതുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ ഐഡിയകൾ നിങ്ങൾക്കത് അതിൻ്റെ ആവശ്യമുള്ള കൺസെപ്റ്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ് ഇനിയുള്ള പാർട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ ഇത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. ഹാർമോണിക് മോഷൻ, ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ ഫ്രീ ആയിട്ട് ലീവ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ പിടിച്ച് പുള്ള് ചെയ്തു എന്നിട്ട് റിലീസ് ചെയ്തപ്പോൾ അതങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കാലാകാലം ഇൻഫിനിറ്റ് ആയിട്ട് ഓസിലേഷൻസ് കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല. കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് അത് ലാസ്റ്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ പോയി റെസ്റ്റ് ചെയ്യും. നമുക്ക് കാണാം. നമ്മൾ ഇന്നിപ്പോൾ ഒരു റൂമിൽ ഒരു അടച്ചിട്ട് ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ആട്ടിയിട്ട് പോന്നാൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കില്ല. അതവിടെ സ്റ്റോപ്പായിട്ടാകും കുറച്ച് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ. അതിൻ്റെ കാരണം എന്താണ്? ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ എയർ ആൻഡ് ദി ബോബ്, പിന്നെ ഫ്രിക്ഷൻ, ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിലുള്ള കോണ്ടാക്റ്റിലുള്ള ഫ്രിക്ഷൻ, ഇതെല്ലാം കാരണമായിട്ട് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെട്ടതിനനുസരിച്ച് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് കുറഞ്ഞ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ടൈപ്പിലുള്ള ഓസിലേഷൻസിനെ നമ്മൾ പറയും ഡാംപ്ഡ് ഓസിലേഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ഹാർമോണിക് മോഷനെയാണ് നമ്മൾ ഡാംപ്ഡ് SHM എന്ന് പറയും. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ കാണുന്ന സിസ്റ്റംസ് ഓസിലേഷൻസ് ഒക്കെ തന്നെ ഡാംപ്ഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ആ ഡാംപ്ഡ് എന്നുള്ള സൈഡ് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഫ്രിക്ഷൻ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെയുള്ള ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇത് ഡാംപ്ഡ് ആവുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നമ്മളെ സിമ്പിൾ പെൻഡുലം ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ സ്പ്രിങ് ഓസിലേഷനിൽ ഇട്ടാൽ അത് കാലാകാലം ഓസിലേറ്റ് ചെയ്യുന്ന സ്പ്രിങ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അങ്ങനെയല്ല. കുറേ നേരം ഓസിലേറ്റ് ചെയ്യും. ഒരു വാക്വം ചേമ്പറിലൊക്കെ ഇട്ടാൽ കുറേ കാലം ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, so that is damped SHM. In a simple harmonic motion, due to the presence of various of friction, the energy of the symbol decreases and amplitude also decreases, and finally the particle comes to rest. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്ത് കാരണമായിട്ട്? ഫ്രിക്ഷൻ പോലെയുള്ള ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ഉള്ളതിൻ്റെ ഫലമായിട്ട് സിമ്പിൾ പെൻഡുലത്തിൻ്റെ എനർജി, അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ എനർജിക്ക് നഷ്ടം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ലാസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യും. This is called a process in damping എന്ന് പറയുക. And the SHM is called a damped SHM. അപ്പോൾ damped SHM എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ടേം കണ്ടാൽ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രം അതുപോലെ എടുത്തതാണ്. ഇതിപ്പോൾ ഇത് കാണിച്ചത് എയർ മോളിക്യൂൾസ് ആയിട്ട് സങ്കല്പിക്കുക, അല്ലെങ്കിൽ എയർ പാർട്ടിക്കിൾസ് ആയിട്ട്. എയറിൻ്റെ പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ എയർ മോളിക്യൂൾസുമായിട്ടുള്ള, അല്ലെങ്കിൽ എയർ ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ടുള്ള കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അതുകൊണ്ട് തന്നെ ക്രമേണ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കുറഞ്ഞു ലാസ്റ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഡാംപ്ഡ് SHM. ഫൂരിയർ തിയറം, ഇതിപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ചേർത്തതാണ്. ഫ്യൂരിയർ തിയറം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ തിയറം. മാത്തമാറ്റിക്സിൽ വരുന്ന ഒരു തിയറമാണ് ഫ്യൂരിയർ എന്ന് പറയുന്നത്. ജോസഫ് ഫ്യൂരിയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഫ്യൂരിയർ തിയറം ഇപ്പോൾ ഫോക്കസ് ഏരിയയിലൊന്നും വരുന്നില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു പോവാം.
എനി പീരിയോഡിക് ഫംഗ്ഷൻ, മാത്തമാറ്റിക്സിൽ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പീരിയോഡിക് മോഷൻ പറയുന്ന പോലെ അതിനെ നമ്മൾ ഫംഗ്ഷൻ ആവും, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആവും. ആ ഫംഗ്ഷനെ നമുക്ക് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന്, ഉദാഹരണത്തിന് സൈൻ എക്സ് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. എക്സിൻ്റെ വാല്യൂ 2π വരുമ്പോൾ 2π ആകുമ്പോൾ 4π ആകുമ്പോൾ 6π ആകുമ്പോഴൊക്കെ വാല്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ പീരിയഡ് 2π ഉള്ളൊരു പീരിയോഡിക് ഫംഗ്ഷനാണ് സൈൻ എക്സ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള പീരിയോഡിക് ഫംഗ്ഷൻ, എനി പീരിയോഡിക് ഫംഗ്ഷൻ, സൈൻ എക്സും കോസ് എക്സും ആണെന്ന് അറിയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് പീരിയോഡിക് ഫംഗ്ഷൻ. ഇതൊന്നും അല്ലാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള പീരിയോഡിക് മോഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാലോ. അത്തരം പീരിയോഡിക് മോഷൻസിനൊക്കെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പീരിയോഡിക് ഫംഗ്ഷൻസിനുള്ള ഇക്വേഷൻസ് വരും. നമ്മുടെ സിഗ്നൽ പ്രോസസ്സിങ്, ഈ ഇലക്ട്രിക് സിഗ്നൽസ്, വേവ്സ്, അതൊക്കെ പഠിക്കുമ്പോൾ ഇത്തരം പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ മാത്തമാറ്റിക്സ് വളരെ ആവശ്യമാണ്. അവിടെ ഒക്കെ ഫിയർ തിയറത്തിൻ്റെ പ്രസൻസ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഫിയർ തിയറം പറയുന്നത് എനി പീരിയോഡിക് ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നർത്ഥം വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ നമ്മളിങ്ങനെ ആഡ് ചെയ്യുക ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സ് വിത്ത് സ്യൂട്ടബിൾ കോഎഫിഷ്യൻസ്. അതാണ് ഫ്യൂരിയർ തിയറം പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾക്ക് 5 sin 3t പ്ലസ് 6 sin 2t പ്ലസ് 0.5 sin 8t പ്ലസ് ωt ആണ് പറയുന്നത്. 8 2 നോക്കട്ടോ. അപ്പോൾ ആ ഫ്രീക്വൻസി ഇങ്ങനെ മാറുമെങ്കിൽ ടൈം പീരീഡ് ഇങ്ങനെ ഒമേഗ മാറും. ടൈം പീരീഡ് മാറാറ് ഫ്രീക്വൻസി മാറുക, അല്ലെങ്കിൽ ഒമേഗ മാറും, ഒക്കെ ഒന്നല്ലേ. അപ്പോൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ടൈം പീരീഡ് ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, വ്യത്യസ്ത ഫ്രീക്വൻസിയും ടൈം പീരീഡും ഒക്കെയുള്ള സൈൻ ഫംഗ്ഷൻസിൻ്റെയും കോസ് ഫംഗ്ഷൻസിൻ്റെയും ഒക്കെ സം അല്ലെങ്കിൽ ഡിഫറൻസ്, ലീനിയർ കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണ്? അത് പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനെ നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഏത് പീരിയോഡിക് ഫംഗ്ഷനെ എന്നാണ് ഫുരിയർ തിയറം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിക്സിലേക്ക് ഈ തിയറത്തിനെ ഞാൻ ഇങ്ങോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തെടുത്താൽ, എനി കോംപ്ലക്സ് പീരിയോഡിക് മോഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ലാർജ് നമ്പർ ഓഫ് simple harmonic motions of different frequencies and different amplitudes. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് വരെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഇവിടെ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ എഴുതാമെന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനുമായിട്ട് എഴുതുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിസിക്സിൽ ഇതിൻ്റെ റെലവൻസ് ഇതാണ്. എനി കോംപ്ലക്സ് പീരിയോഡിക് മോഷൻ, എനി കോംപ്ലിക്കേറ്റഡ് പീരിയോഡിക് മോഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് sum of large number of simple harmonic motions of different and different amplitudes. വ്യത്യസ്ത ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയുള്ള കുറേ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരുമിച്ച് ഒരു വസ്തു പെർഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് പീരിയോഡിക് മോഷനായിട്ട് മാറും. അല്ലെങ്കിൽ ഏതൊരു കോംപ്ലക്സ് പീരിയോഡിക് മോഷനെയും നമ്മൾക്ക് ചെറിയ 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 സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഫിസിക്സിലുള്ള പ്രാധാന്യം. ദാറ്റ് ഈസ് ദി ഫുരിയർ തിയറം. ഇവിടെ ചോദ്യം കൂടി ഉത്തരമുണ്ട്. എന്താണ് ഇപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിന് അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചിട്ടുള്ള കാര്യം? നമ്മുടെ സിസ്റ്റത്തിൽ സാധാരണ നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന മോഷൻസ് ഒക്കെ യൂഷ്വലി കോംപ്ലക്സ് ആണ്. ഒരു ചെറിയ കല്ല് കയറുമ്പോൾ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ആടുന്ന ഒരു സംവിധാനം ഇല്ല. അത് നമ്മളൊരു ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മരം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, മരത്തിൻ്റെ ബ്രാഞ്ച് ഓസിലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു എർത്ത് ക്വൈക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭൂമിൻ്റെ അടിയിലൊരു പ്രത്യേക ഇതിൻ്റെ ഫലമായിട്ടൊരു ബിൽഡിംഗ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഒരു ബ്രിഡ്ജ് ഓസിലേറ്റ് ചെയ്യുന്നു, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ പ്രത്യേക കാറ്റ് വിൻഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ശക്തമായ വിൻഡിൻ്റെ സ്വാധീനത്തിൽ അത് ഓസിലേറ്റ് ചെയ്യുന്നു. ഇത്തരം ഓസിലേഷൻസ് ഒക്കെയാണ് നമ്മുടെ നേച്ചറിൽ ഒക്കൂർ ചെയ്യുന്ന പല ഓസിലേഷൻസും. അതൊന്നും ഒരിക്കലും സിമ്പിളായിട്ടുള്ളൊരു ഓസിലേഷൻ അല്ല, കോംപ്ലിക്കേറ്റഡ് ഓസിലേഷൻസ് ആണ്, ബട്ട് പീരിയോഡിക് ആണ് പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് വേണ്ടത് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആണ് എന്നുള്ളതാണ് ഫ്യൂരിയർ തിയറം പറയുന്നത്. അതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ പഠിക്കുന്നതിന് ഫിസിക്സിലുള്ള ഇമ്പോർട്ടൻസ്. മനസ്സിലായല്ലോ? ആയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് അതിനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. ഫ്യൂരിയർ തിയറം വഴി അത് നമുക്ക് സാധ്യമാണ്, അറ്റ്ലീസ്റ്റ് ഇൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി ഓഫ് ദീസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഫ്യൂരിയർ തിയറം. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. ദെൻ ഡാംപ്ഡ് ഓസിലേഷൻ പറഞ്ഞാൽ പിന്നെ അതേപോലെയുള്ള ഒന്നാണ് ഫോഴ്സ്ഡ് ഓർ ഡ്രിവൺ ഓസിലേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രാക്ടിക്കലായിട്ടുള്ള ഓസിലേഷൻസ് ഒക്കെ ഡാംപ്ഡ് ആണ്. അപ്പോൾ നമ്മൾക്കൊരു ഓസിലേറ്റിംഗ് സിസ്റ്റത്തിനെ ഒരുപാട് കാലം ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഇങ്ങനെ ഒരുപാട് സമയം ഓസിലേറ്റ് ചെയ്യിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ വഴിയേ ഉള്ളൂ,
നമ്മൾ ഡാമ്പിങ്ങിന് നഷ്ടപ്പെടുന്ന എനർജിക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള എനർജി പുറത്തുനിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ അതങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഡാമ്പിങ് ഫോഴ്സസിനെ ബാലൻസ് ഓസിലേറ്ററിലേക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ എ പീരിയോഡിക് ഫോഴ്സ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ കറക്റ്റ് ഫേസ്, ശരിയായ ഫേസിൽ കൊടുക്കണം ടു ആൻ ഓസിലേറ്റർ ഇൻ ഓൾ ഫോഴ്സസ്. ഡാമ്പിങ് ഫോഴ്സസിനെ മറികടക്കാൻ ഓസിലേറ്ററിലേക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെയും സസ്റ്റൈൻഡ് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് സച്ച് ആൻ ഓസിലേറ്റർ, അതിനൊരു ഉദാഹരണം മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിൾ വഴി ടു മേക്ക് സസ്റ്റൈൻ. ഒരു തൊട്ടിൽ നിങ്ങൾ ആട്ടാണ്, തൊട്ടിൽ അല്ലെങ്കിൽ ഒരു ഊഞ്ഞാൽ സങ്കല്പിച്ചോളൂ. ക്രാഡിൽ എന്ന് പറയുമ്പോൾ തൊട്ടിൽ. യു പുഷ് ഓൺ ദി കീ. നമ്മളറിയാതെ നമ്മൾ എങ്ങനെയാണ് ഒരു ഊഞ്ഞാലെടുക്കാം, അല്ലെങ്കിൽ തൊട്ടിൽ ആട്ട് എങ്ങനെയാണ്, നമ്മൾ ആ ഊഞ്ഞാൽ ആദ്യം ഒന്ന് ആട്ടി കൊടുക്കും, ഊഞ്ഞാൽ ഇങ്ങനെ വരും, വീണ്ടും നമ്മൾ കറക്റ്റ് സമയത്ത് പുഷ് കൊടുക്കും, സമയത്ത് കൊടുക്കണം. അതാണ് ഈ കറക്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഊഞ്ഞാൽ വലിച്ചിട്ട് കാര്യമില്ല, ഊഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഊഞ്ഞാലിൻ്റെ കറക്റ്റ് എക്സ്ട്രീം പൊസിഷൻ എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പുഷ് ചെയ്യും, വീണ്ടും ഇതേ പൊസിഷനിൽ വീണ്ടും പുഷ് ചെയ്യും. അവിടെ നമ്മൾ ഒരു ഊഞ്ഞാൽ ഇങ്ങനെ ആട്ടുന്ന ഒരാളെ സങ്കല്പിക്കുക. ആ പുഷിങ് ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫോഴ്സിൻ്റെ ഇയാൾ കൊടുക്കുന്ന ഈ പുഷിങ് ഫോഴ്സിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് ഈ ഊഞ്ഞാലിൻ പീരീഡിന് തുല്യമായിരിക്കണം. അങ്ങനെ കറക്റ്റ് ഫേസിൽ കൊടുത്താലേ കാര്യമുള്ളൂ. മനസ്സിലായി? ആ ഊഞ്ഞാലാട്ടുന്നത് സങ്കല്പിച്ചാൽ ദാറ്റ് ഈസ് എ ഫോഴ്സ്ഡ് ഓസിലേറ്റർ. ഫ്രീ ആയിട്ടൊരു ഊഞ്ഞാലിങ്ങനെ ആടുക ഡാംപ്ഡ് ഓസിലേഷൻ. മനസ്സിലായല്ലോ? അതിലേക്ക് ഒരാൾ കൃത്യമായ ഇടവേളകളിൽ ഫോഴ്സ് ഇങ്ങനെ വെച്ച് പുഷ് ചെയ്ത് പോകുമ്പോൾ അവിടെ നമ്മളൊരു പീരിയോഡിക് ഫോഴ്സ് അതിലേക്ക് കൊടുക്കും. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോഴ്സ് അല്ല, ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ഊഞ്ഞാലിൻ്റെ ടൈം പീരീഡ് എത്രയാണോ ആ ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കും. ദാറ്റ് ഈസ് ദി പീരിയോഡിക് ഫോഴ്സ്. അപ്പോൾ ആ പീരിയോഡിക് ഫോഴ്സ് നമ്മളൊരു ഡാംപ്ഡ് സിസ്റ്റത്തിലേക്ക് ഓസിലേറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഇറ്റ് ഓവർകം ദി ഡാമ്പിങ് ആൻഡ് മേക്ക് സസ്റ്റൈൻഡ് ഓസിലേഷൻസ്. നിങ്ങൾക്ക് ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് മരമായ ഓസിലേഷൻസ് അതിൽ നിന്ന് കിട്ടും. അത്തരം സിസ്റ്റംസിനെയാണ് ഡ്രിവൺ ഓസിലേറ്റർ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. എൻ്റെ സ്വിങ്, ഒരു ഊഞ്ഞാൽ ഒരു സ്വിങ്ങിൽ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ക്രാഡിലായിട്ട് തന്നെയാണല്ലോ ഒരെണ്ണമല്ലോ ഊഞ്ഞാലും തൊട്ടിലും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ഡ്രിവൺ, അത് ഫ്രീ ആയിട്ട് ഇട്ടാൽ ഇറ്റ് ഈസ് ഡാംപ്ഡ് പീരിയോഡിക്കലി സോ ദാറ്റ് യു വിൽ ഗെറ്റ് കറക്റ്റ് സസ്റ്റൈൻഡ് ഓസിലേഷൻസ്, ദെൻ ഇറ്റ് ബിക്കംസ് എ ഡ്രിവൺ ഓസിലേറ്റർ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ. രണ്ടും ഒന്ന് തന്നെ, ഡ്രിവൺ ആയാലും ഫോഴ്സ്ഡും. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് നാച്ചുറൽ ഫ്രീക്വൻസി. നിങ്ങൾ പുസ്തകം വായിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് പഠിക്കാനുള്ള അടുത്ത ചാപ്റ്ററിലും വരുന്ന ഒരാളാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു സിമ്പിൾ പെൻഡുലം പോലെയുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഓസിലേഷൻ മോഡിലേക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് പിടിച്ച് പുൾ ചെയ്തു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഗ്രാവിറ്റി ഉണ്ട്, നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അത് ഡ്രൈവ് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ല. ആ സിസ്റ്റം അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓസിലേറ്റിംഗ് സിസ്റ്റം ഓസിലേഷൻ മോഡിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയാണ് നാച്ചുറൽ ഫ്രീക്വൻസി. നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടു 2π√L/g. അതിൻ്റെ ഫ്രീക്വൻസിക്കൽ ഇക്വേഷൻ എന്താണ്? അപ്പം 1/2π√g/L എന്നാണ്. ആ 1/2π√g/L വിളിക്കുക, പറയാം എന്ത്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. സോ സിമ്പിൾ പെൻഡുലത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചാൽ 1/2π√g/L. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി. എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ വലിച്ചിട്ട് റിലീസ് ചെയ്തു, പിന്നെ നമ്മൾ അതിനൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും കുറേ സമയം. ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു ഊഞ്ഞാലാട്ടുന്ന കേസ് എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ ഊഞ്ഞാലാട്ടുന്ന. അപ്പോൾ ആ ഫോഴ്സിന് ഒരു പീരിയഡ് ഉണ്ട്, പീരിയോഡിക് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ 1/t, ആ പീരിയഡ് ടി ആണെങ്കിൽ 1/t എന്ന് പറയുന്ന ആ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിനെ നമ്മൾ പറയും ഡ്രിവൺ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദി ഡ്രൈവിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് കാൾഡ് ദി ഡ്രിവൺ ഫ്രീക്വൻസി. അപ്പോൾ ഓസിലേറ്റർ തരം ഫ്രീക്വൻസികളുണ്ട്, ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസി, മറ്റൊന്ന് ഡ്രിവൺ ഫ്രീക്വൻസി. മനസ്സിലായല്ലോ? ഒരു ഊഞ്ഞാലാട്ടുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രിവൺ ഫ്രീക്വൻസിയും ഒന്ന് തന്നെയാണ്, എന്നാലേ ഊഞ്ഞാൽ കൃത്യം. അതാ പറഞ്ഞത് കറക്റ്റ് ഫേസിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഫ്രീക്വൻസിയിൽ ഊഞ്ഞാലിൽ കൊടുത്തിട്ടല്ലോ, ഊഞ്ഞാലിൻ്റെ പീരിയഡിന് വേണ്ടി സിങ്ക്രോണസ് ആയിട്ട് അതിൽ അതുപോലെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രിവൺ ഫ്രീക്വൻസിയും ഉണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് ദി പീരിയോഡിക് ഫോഴ്സ് ഇൻ എ ഡ്രിവൺ ഓസിലേറ്റർ ഈസ് കാൾഡ് ഡ്രിവൺ ഫ്രീക്വൻസി. അപ്പോൾ ഊഞ്ഞാലാട്ടുന്നത് സങ്കല്പിക്കുക, ആട്ടുമ്പോൾ പുഷ് ചെയ്യാൻ നിൽക്കുന്ന ആൾ കൊടുക്കുന്ന പുഷ്, ആ പുഷ് ഇങ്ങനെ സങ്കല്പിച്ചാൽ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്, അതിനൊരു പീരിയഡ് ഉണ്ട്, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയാണ് ω/d. അപ്പോൾ ഞാൻ പറയും ആംഗുലാർ ഫ്രീക്വൻസി പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒമേഗ കൊണ്ടാണ് നമ്മളിത് ഡിനോട്ട് ചെയ്യുന്നത്, ആംഗുലാർ ഫ്രീക്വൻസിയാണ് ഉദ്ദേശിക്കുന്നത്. സോ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യാം, ഡ്രിവൺ ഫ്രീക്വൻസി ω/d. ഇപ്പം എടുക്കണം അല്ലെങ്കിൽ ന്യൂ എന്ന് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ന്യൂ, ഡ്രിവൺ ഫ്രീക്വൻസി ന്യൂ d കുഴപ്പമില്ല. അപ്പോൾ ഈ ടേം ഓർത്തിരിക്കുക, എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി, എന്താണ് ഡ്രിവൺ ഫ്രീക്വൻസി.
ഇനി ഇൻ എ ഡ്രിവൺ ഓസിലേറ്റർ ഇഫ് ദി ഫ്രീക്വൻസി ഈസ് ഫാർ ഫ്രീ, അപ്പോൾ ഒരു ഡ്രിവൺ ഓസിലേറ്ററിൽ നമുക്ക് എക്സ്റ്റേണൽ ഒരു പീരിയോഡിക് ഫോഴ്സ് നമ്മൾ കൊടുക്കും, ഊഞ്ഞാലാട്ടാൻ നമ്മളൊരു പുഷിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. ആ പുഷിംഗ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് വളരെ വ്യത്യാസമുള്ളതാണെങ്കിൽ ഊഞ്ഞാൽ കാര്യമായിട്ട് ആംപ്ലിറ്റ്യൂഡിൽ ആട്ടാൻ കഴിയില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡ്രിവൺ ഓസിലേറ്ററിൽ ഡ്രിവൺ ഫ്രീക്വൻസി വ്യത്യസ്തമാകുമ്പോൾ, അത് കൂടിയാലും കുറഞ്ഞാലും നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ഒത്തുപോകുന്നില്ലെങ്കിൽ വളരെ വ്യത്യസ്തമാകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ്റെ ശക്തി വളരെ കുറവായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഊഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നല്ല ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേഷൻസ് കിട്ടണമെങ്കിൽ അതൊരു ഡ്രിവൺ ഓസിലേറ്റർ ആണെങ്കിൽ ആ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഡ്രിവൺ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡ്രിവൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയോട് അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആവണം. അപ്പോഴേതാ So when the driven frequency equals or close to natural frequency, the system oscillates and that is called a resonance. An example ആണ് forced oscillations on a cradle or swing. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പുഷ് ചെയ്യുന്ന ഊഞ്ഞാൽ ആട്ടാനിരിക്കുന്ന ആളും ഊഞ്ഞാലും തമ്മിൽ റെസൊണൻസിലാണ് എന്ന് പറയാം. എപ്പോൾ ഊഞ്ഞാൽ ആട്ടുന്ന ആൾ ശരിക്കും ഊഞ്ഞാൽ ആട്ടുന്നുണ്ടെങ്കിൽ that means they are in resonance. The force applied by the person oscillating the swing are in resonance. സ്വിങ്ങിലേക്ക് അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സും സ്വിങ്ങും റെസൊണൻസിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും സ്വിങ്ങിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തുല്യമാണ് എന്നാണ്. ദാറ്റ് മീൻസ് ദ സ്വിങ് വിൽ ഓസിലേറ്റ് വിത്ത് ഇറ്റ്സ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. പിന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ നിയന്ത്രിക്കുന്ന ഏക ഘടകം അവിടെയുള്ള ഡാമ്പിംഗ് ഫോഴ്സുകൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് അനുവദിക്കുന്നവരെയുള്ള ഇതിൽ അത് ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ബന്ധപ്പെട്ട് ആ ചാപ്റ്ററിൽ പറയാനുള്ളത്. ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യലാണ് അടുത്തൊരു ക്ലാസ്. തിയറി കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ റെസൊണൻസ് ചിലപ്പോൾ ചോദിച്ചുകൂടായികയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അത് എത്രയാണ്? 1/2π√G/L ആണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംവിധാനമാണ്. അതിനൊരൊറ്റ നാച്ചുറൽ ഫ്രീക്വൻസിയേ ഉള്ളൂ. ഈ നാച്ചുറൽ ഫ്രീക്വൻസി സിമ്പിൾ പെൻഡുലം ചെയ്യാൻ പറ്റുന്ന എന്ത് സംവിധാനം? അപ്പോൾ എന്താണ് ഓസിലേറ്റ് ചെയ്യിക്കാൻ പറ്റാത്തത്? എല്ലാത്തിനെയും നമുക്ക് ഓസിലേറ്റ് ചെയ്യിക്കാം. നമ്മുടെ ഒരു വലിയൊരു ഇരുമ്പിൻ്റെ ബാർ എടുത്താൽ അതിനെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യിക്കാം. വൈബ്രേഷനും ഓസിലേഷനും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരു ബിൽഡിങ്ങിനെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യിക്കാം. ഒരു വലിയ ബ്രിഡ്ജിനെ വൈബ്രേറ്റ് ചെയ്യിക്കാം. ഒരു ബിൽഡിങ്ങിൻ്റെ പില്ലറിനെ വൈബ്രേറ്റ് ചെയ്യിക്കാം. അങ്ങനെ ഈ നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഏതൊരു സ്ട്രക്ചറും ഇറ്റ് ക്യാൻ ബി വൈബ്രേറ്റഡ് ബൈ സം ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് കൊടുത്താൽ വൈബ്രേഷൻ അതിലൊക്കെ. ഏതൊരു സിസ്റ്റത്തിനും നമുക്ക് ഓസിലേഷൻസിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ നമ്മൾ വൈബ്രേഷൻ എന്ന് പറയും വളരെ ഹൈ ഫ്രീക്വൻസി ആകുമ്പോഴേ ഉള്ളൂ. അപ്പം നേച്ചറിൽ കാണുന്ന എല്ലാ സംവിധാനങ്ങൾക്കും ദർ വിൽ ബി നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പെൻഡുലം പോലെയുള്ള വളരെ സിമ്പിളായിട്ട് സിസ്റ്റത്തിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളൂ എങ്കിൽ ഇത്തരം ബിൽഡിങ്സ് പോലെയുള്ള വലിയ സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസീസ്. അത്ര വലുതൊന്നും ആവണ്ട. ചെറിയൊരു സ്ട്രിങ് നമ്മൾ വെറുതെ ഉള്ള ഒരു സ്ട്രിങ്ങിൽ സിമ്പിൾ പെൻഡുലാക്കുന്നതിന് പകരം 2 എൻഡ് വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് സങ്കല്പിക്കും. ഒരു ഗിറ്റാർ സ്ട്രിങ്. ആ സ്ട്രിങ്ങിനെ നമ്മൾ ഗിറ്റാറിൻ്റെ അത് ഉപയോഗിച്ചിട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിന് വൈബ്രേഷൻ ഓസിലേഷൻ ഉണ്ട്. ആ സ്ട്രിങ്ങിന് നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ആ നാച്ചുറൽ ഫ്രീക്വൻസി ഒന്നല്ല, പല നാച്ചുറൽ ഫ്രീക്വൻസികളും അതിന് പോസിബിളാണ്, അതിന് സാധ്യമാണ്. അതിലേതെങ്കിലും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി കോമ്പിനേഷൻസ് ആയിട്ടുള്ള മോഡിലൊക്കെയാണ് ഈ ഗിറ്റാർ പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് യൂണിവേഴ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എർത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുമുള്ള ഫിസിക്കൽ സ്ട്രക്ചേഴ്സിനൊക്കെ തന്നെ വളരെയധികം നാച്ചുറൽ ഫ്രീക്വൻസീസ് ഉണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഈ സ്ട്രക്ചർ ഓസിലേഷനിലേക്ക് വരികയാണ്, ചെറിയൊരു വൈബ്രേഷൻ നടക്കുകയാണ്. ആ വൈബ്രേഷൻസ് ആ സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയോട് ഒത്തു നിൽക്കുന്ന ഫ്രീക്വൻസിയിലാണ് ഉണ്ടായത് എങ്കിൽ നിങ്ങളൊരു ബിൽഡിങ്ങിനെ പുഷ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സാധനം ഒന്ന് ഇടിച്ചു ഒരു പില്ലറിൽ, അപ്പോൾ ആ പില്ലർ വൈബ്രേറ്റ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ഫ്രീക്വൻസി ഓഫ് that pillar will start to vibrate with very large amplitude. അപ്പോൾ ആ പില്ലർ വളരെ ശക്തിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതെന്ത് ചെയ്യാം? ആ പില്ലറിനെ കൊളാപ്സ് ചെയ്യിക്കാം. ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടിക്കഴിഞ്ഞാൽ പില്ലർ ബെൻഡ് ചെയ്യും, മറിഞ്ഞു വീകും, പൊളിഞ്ഞു ചാടും ഒക്കെ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടാക്കോമ നാരോസ് ബ്രിഡ്ജിൻ്റെ കേസ് നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും.
USA ഒരു ബ്രിഡ്ജായിരുന്നു. ആ ബ്രിഡ്ജിനെ ഒരു കാറ്റ് പിടിച്ചതാണ്. കാറ്റിൻ്റെ അതിൽ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് ഓസിലേറ്റ് ചെയ്തു. ടക്കമനാറസ് ബ്രിഡ്ജ് ഓസിലേറ്റ് ചെയ്തു. ചെറിയൊരു വൈബ്രേഷൻ സംഭവിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ആ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനിൽ ആ ബ്രിഡ്ജിൻ്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ആയിപ്പോയി ആ ഓസിലേഷൻ. ആ ഓസിലേഷൻ്റെ ഭാഗമായിട്ട് ബ്രിഡ്ജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കൂടി വന്നു. ഫൈനലി അത് കൊളാപ്സ് ചെയ്തു. അതുപോലെ എർത്ത് ക്വേക്കൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എല്ലാ നാശനഷ്ടമല്ല ഉണ്ടാവുക. ചിലത് പെട്ടെന്ന് നശിച്ചു പോകും, ചിലതിന് കാര്യമായ കേടുപാടൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എർത്ത് ക്വേക്കിൽ വരുന്ന സീസ്മിക് വേവിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഒന്നോ അതിലധികമോ ഫ്രീക്വൻസീസ് ഉള്ള സീസ്മിക് വേവ്സ് വരും. ആ സീസ്മിക് വേവിൻ്റെ ഫ്രീക്വൻസിയും ഈ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയും മാച്ച് ചെയ്തുവെങ്കിൽ ആ ബിൽഡിങ്ങിൽ അത് മാക്സിമം നഷ്ടം ഉണ്ടാവും. അങ്ങനെ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ചെറുതായിരിക്കും, പിന്നെ ഇതിൻ്റെ ശക്തിക്കനുസരിച്ച് കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും. പക്ഷേ കമ്പാരിറ്റീവ്ലി ലാർജ് ആയിരിക്കും ഈ സീസ്മിക് വേവിൻ്റെ ഫ്രീക്വൻസിയുമായി ഒത്തുപോകുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ നാച്ചുറൽ ഫ്രീക്വൻസി, ബിൽഡിങ്ങിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഏതെങ്കിലും ബിൽഡിങ്ങിന് ഈ സീസ്മിക് വേവിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ഈക്വലായി വരുന്നുവെങ്കിൽ ആ ബിൽഡിങ്ങിലായിരിക്കും താരതമ്യേന കൂടുതൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ ബിൽഡിങ്ങിനാണത് വല്ലാതെ ഇട്ട് കൊള്ളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഇതാണ്. ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിലൊക്കെ പലപ്പോഴും ഇത്തരം നോർമലി വിൻഡ് പോലെയുള്ളതിൻ്റെയൊക്കെ കാര്യം അതുകൊണ്ടൊക്കെ വരാവുന്ന ഫ്രീക്വൻസീസ് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ ഒഴിവാകുന്ന രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ പലപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ അപകടങ്ങളൊന്നും സംഭവിക്കാറില്ല, പക്ഷേ ദർ ആർ എക്സാമ്പിൾസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫ്രീക്വൻസി ആകണമെന്നില്ല. കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ലാർജ് നമ്പർ ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസീസ് വരും. ഓക്കെ, അപ്പോൾ അത്രയും മതി. ലെറ്റ് മീ വൈൻഡ് അപ്പ് നൗ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ് മീൻസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഓക്കെ.